എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷഫീഖ് പുൽപ്പാടൻ. ഞാൻ കോട്ടക്കൽ മലബാർ പോളിടെക്നിക് കോളേജിലെ ലെക്ചററാണ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ AEE ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്കറിയുന്ന പോലെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളും 3 മാർക്കിൻ്റെ ചോദ്യങ്ങളും 7 മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് നമുക്ക് നമ്മുടെ മെയിൻ എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ അതിൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല, അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. 9 ചോദ്യങ്ങളാണ് 1 മാർക്കിൻ്റേത് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ 3 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളിൽ 8 ചോദ്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതേപോലെ 7 മാർക്കിൻ്റെ 12 ചോദ്യങ്ങളുണ്ടാവും, അതിൽ 6 ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഡിഫൈൻ ഇൻസുലേറ്റർ എന്ന്. ഡിഫൈൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത്, അത് AEE എന്ന് മാത്രമല്ല എല്ലാ പരീക്ഷയും എഴുതുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അത് എത്ര ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും, ഇപ്പോൾ 1-2 വരികളുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും മിനിമം 3 തവണ നമ്മൾ വായിക്കണം. കാരണം ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ട്വിസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യനിലുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ മാറി ചോദിക്കാം, വാട്ട് ഈസ് ആൻ ഇൻസുലേറ്റർ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഇൻസുലേറ്റർ എന്ന് ചോദിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ 1 മാർക്കിനായതുകൊണ്ട് തന്നെ ഞാൻ ഈ തന്ന പോലെ 3-4 പോയിൻറ്റുകളൊന്നും എഴുതണ്ട, ഒറ്റ പോയിൻ്റ് എഴുതിയാൽ മതി. എന്താണ് ഇൻസുലേറ്റർ? ഒരു ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോയെ തടഞ്ഞു നിർത്തുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആയാലും അത് ഇൻസുലേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് റെസിസ്റ്റൻസ് കൂടുതലാണ്. അതേപോലെ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഇതെല്ലാം ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾസാണ്. ഓക്കെ, പിന്നെ അടുത്ത ചോദ്യം, 2ാമത്തെ ചോദ്യം, റൈറ്റ് എനി 1 ആപ്ലിക്കേഷൻ ഓഫ് SCR. SCR എന്ന് പറഞ്ഞാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്നാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതിൽ പവർ കൺട്രോൾ ഉണ്ട്, സ്വിച്ചിങ് ഉണ്ട്, പിന്നെയും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണോ നമുക്ക് അറിയുന്നത് അത് എഴുതിയാൽ മതി. സ്വിച്ചിങ് എന്നുള്ള പർപ്പസ്, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലുള്ള പവർ കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ SCR ഉണ്ട്. അടുത്തത് 3ാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 ബാറ്ററി ട്രബിൾസ്. ബാറ്ററിക്ക് ഉണ്ടാകുന്ന ഒരുപാട് ട്രബിൾസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലേതെങ്കിലും 2 എഴുതാനാണ്. എനി 2. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം? കൊറോഷൻ എഴുതാം, ലോ ഇലക്ട്രോലൈറ്റ് ലെവൽ. കൊറോഷൻ എന്ന് പറഞ്ഞാൽ നുരുമ്പിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നുരുമ്പിച്ച് പോകുന്നതിന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലോ ഇലക്ട്രോലൈറ്റ് ലെവൽ, അത് നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ഇൻ ആൻ ഓൾട്ടർനേറ്റർ? വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ഇൻ ആൻ ഓൾട്ടർനേറ്റർ? ഓൾട്ടർനേറ്ററിലുള്ള എനർജി കൺവേർഷൻ എന്താണ്? ഓൾട്ടർനേറ്ററിൽ നടക്കുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദി സോളിനോയിഡ് സ്വിച്ച് ഇൻ ദ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദി സോളിനോയിഡ് സ്വിച്ച് ഇൻ ദ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിലെ സോളിനോയിഡിൻ്റെ ഫങ്ഷൻ എന്താണ് എന്ന്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ സോളിനോയിഡ് സ്വിച്ച് ഇൻ ദ സ്റ്റാർട്ടിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ് സോളിനോയിഡിൻ്റെ സ്വിച്ചിൻ്റെ പർപ്പസ് എന്ന്? എന്താണ് പർപ്പസ്? നമ്മുടെ പിനിയൻ ഗിയറിനെ ഫ്ലൈ വീലിൻ്റെ റിംഗ് ഗിയറുമായിട്ട് എൻഗേജ് ചെയ്യിക്കുന്ന ആളാണ് ആര്? നമ്മളുടെ ഈ പറഞ്ഞ സോളിനോയിഡ് സ്വിച്ച്. എന്താണ് പറഞ്ഞത്? എൻഗേജ് ദ സ്റ്റാർട്ടർ പിനിയൻ ഗിയർ വിത്ത് ദ ഫ്ലൈ വീൽ റിംഗ് ഗിയർ. നമുക്കറിയില്ലേ, ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ നേരെ മുകളിൽ ഒരു ചെറിയ കുഞ്ഞി മോട്ടറില്ലേ? ഓക്കെ, ഒരു ചെറിയൊരു സ്വിച്ച്. അപ്പോൾ അതാണ് സോളിനോയിഡ് സ്വിച്ച് പറഞ്ഞത്. അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ പിനിയൻ ഗിയറിനെ ഫ്ലൈ വീൽ, അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ പിനിയൻ ഗിയറിനെ ഫ്ലൈ വീലിൻ്റെ റിംഗ് ഗിയറിൻ്റെ അടുത്തേക്ക് നീക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അതിനുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആളാണ് സോളിനോയിഡ് സ്വിച്ച് എന്ന് പറയുന്നത്. അടുത്ത് 6ാമത്തെ ചോദ്യം, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻ്റ്. കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റിൻ്റെ
ഫങ്ഷൻ എന്താണെന്നുള്ളത് കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ്. കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിലെ ഇഗ്നീഷൻ സിസ്റ്റത്തിന് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും, അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആ സർക്യൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ഒരു മാർക്കിനായതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഒരു പോയിൻ്റൊക്കെ എഴുതിയാൽ മതി, ഒരു ലൈന് ഒരു മാക്സിമം 2 ലൈനൊക്കെ എഴുതിയാൽ തന്നെ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏഴാമത്തെ ചോദ്യമാണ് റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദി ഇഗ്നീഷൻ കോയിൽ. ഇഗ്നീഷൻ കോയിലിൻ്റെ ഫങ്ഷൻ എന്താണ്? സോ ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത് മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, വളരെ കൂടുതലാണ്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന 12 വോൾട്ടിനെ ആ സ്പാർക്കിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വലിയൊരു വോൾട്ടേജിലേക്കാക്കി മാറ്റുന്ന ആളാണ് ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത്. അടുത്ത് 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ആൻ ഓഡോമീറ്റർ? ഓഡോമീറ്റർ, ഈ ഓഡോമീറ്ററും സ്പീഡോമീറ്ററും കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഓർക്കാനൊരു എളുപ്പം ഓഡോമീറ്റർ, ഓടിയ മീറ്റർ എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതായത് ഓടിയ കിലോമീറ്റർ, വണ്ടി മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന മീറ്ററാണ് ഓഡോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വണ്ടി ട്രാവൽ ചെയ്ത ദൂരം അളക്കുന്നതാണ് ഓഡോമീറ്റർ, ഓടിയ ദൂരം ഓഡോമീറ്റർ. എന്നാൽ സ്പീഡോമീറ്ററോ? 9ാമത്തെ ചോദ്യം, സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സ്പീഡ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്പീഡ് ഡിസ്പ്ലേ ചെയ്യുന്ന എന്താണ് ഡിവൈസാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ മൊത്തം നമുക്ക് 10 ചോദ്യങ്ങളുണ്ടാവും. അതിൽ 8 എണ്ണം എന്ത് ചെയ്താൽ മതി, നമുക്ക് എഴുതിയാൽ മതി മെയിൻ എക്സാമിന്. നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ 10 എണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യും, എന്നാലും മെയിൻ എക്സാമിന് നമുക്ക് 8 എണ്ണം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ പാർട്ട് ബിയിലെ 1ാമത്തെ ചോദ്യം, പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണ്? റൈറ്റ് ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ 3 തവണ വായിക്കണം, കാരണം പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ വാക്ക് കാണുന്നതുകൊണ്ട് മാത്രം നമ്മൾ ചാടി കയറി എഴുതരുത്. കാരണം ചിലപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് ചോദിക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ സെമി കണ്ടക്ടർ ഡിവൈസിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഡോപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഔട്ടറിൽ ഏറ്റവും 3 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഹോളാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയേക്ക്, അവിടെ കണ്ടാവും ഒരു ഹോൾ അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഹോൾ ഉണ്ടാകുമ്പോൾ, ഇത്രയും ഒരു ഹോൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഹോളിനവിടെ ഒരു പോസിറ്റീവ് സ്വഭാവമാണ് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ സിലിക്കൺ, അതായത് സിലിക്കണാണ് നമ്മുടെ പ്യൂർ നമ്മുടെ മെറ്റീരിയൽ. അപ്പോൾ സിലിക്കണിലേക്കാണ് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? ബോറോണിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബോറോണിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് കാണിച്ചു തരാം. ബോറോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ബോറോൺ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ പുറമേ ഉള്ള ആ ഹോള് അവൻ ഈ മൊത്തം ഈ സെമി കണ്ടക്ടർ ഡിവൈസ് സെമി കണ്ടക്ടറിന് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് ക്യാരക്ടർ കൊടുക്കും. അതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അടുത്തത്, ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ കണ്ടക്ടിവിറ്റി കുറവാട്ടോ, ലെസ് കണ്ടക്റ്റീവ് ആട്ടോ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്, അത് ഓർക്കണം. അടുത്ത 2ാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെങ്കിൽ SCR എന്നാണ് അതിനെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ SCR എന്ന് മാത്രമേ ചിലപ്പോൾ തരാറുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് മുഴുവനായിട്ടും തരാറുണ്ട്. അപ്പോൾ 3 മാർക്കിന് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക്
ഒരു ചെറിയൊരു ഇമേജും ഒരു 3-4 ഒരു പോയിൻറ്റുകളും എഴുതിയാൽ തന്നെ നമുക്ക് 3 മാർക്ക് സുഖമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ SCR എന്ന് പറയുന്നത് 4 ലെയറുകളും അല്ലെങ്കിൽ 4 ലെയറുകളും അതേപോലെ 3 ടെർമിനലുകളും കൂടി ഉണ്ടായിട്ടുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് നമ്മുടെ SCR എന്ന് പറയുന്നത്. അത് 4 ലെയർ, 1 2 3 4 ലെയറുകൾ, അതേപോലെ 3 ടെർമിനലുകൾ, ആനോഡ് ഗേറ്റ് കാഥോഡ്, ഇങ്ങനെ 3 ടെർമിനലുകൾ. അത് ആ ഒരു പോയിൻ്റ് നമുക്ക് എഴുതുന്നത് നമുക്ക് സുഖമായിട്ട് മാർക്ക് നേടാൻ സഹായിക്കും. അതായത് 3 ടെർമിനലുകൾ 4 ലെയറുകൾ, ഇങ്ങനെയുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് SCR അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ SCR ഉപയോഗിക്കുന്നത്. ഒരു സർക്യൂട്ടിലുള്ള കറണ്ടിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കറണ്ടിനെ കടത്തിവിടുള്ളൂ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കറണ്ടിനെ കടത്തിവിടുള്ളൂ. അപ്പോൾ ഇത്രയും പോയിൻ്റ് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സുഖമായിട്ട് നമുക്ക് 3 മാർക്ക് നമുക്ക് കിട്ടും. അടുത്ത് പാർട്ട് ബിയിലെ 3ാമത്തെ ചോദ്യമാണ് റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആൻ AC ജനറേറ്റർ. AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇതാണ്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമുക്കൊരു എളുപ്പമുള്ളൊരു ഫിഗർ നമുക്ക് വരക്കാം. അപ്പോൾ ഇതേപോലെ 3D ആയിട്ടൊന്നും വരക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് 2D ആയിട്ട് വരച്ചാലും മതി. പക്ഷേ ഒരു ചെറിയൊരു ഫിഗർ എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എഴുതുന്നു 3 മാർക്കിനായതുകൊണ്ട്. അപ്പോൾ ഈ AC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാരഡേയ്സ് പ്രിൻസിപ്പിളാണ്. ഓക്കെ, അത് ഫാരഡേയ്സ് പ്രിൻസിപ്പിൾ മുഖേനയാണ് AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഫാരഡേയ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇടയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ കണ്ടക്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും, EMF ഉണ്ടാവും. ഇതാണ് ഫാരഡേയ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഈ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മുടെ AC ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ആർമേച്ചർ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആർമേച്ചർ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിലൂടെ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ആർമേച്ചർ കട്ട് ചെയ്യുമ്പോൾ ഇതിനെ റൊട്ടേഷനിൽ കൊടുത്തിട്ട് ആർമേച്ചറിനെ കട്ട് ചെയ്യുമ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു, കറണ്ടിനെ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കറണ്ടിനെ കിട്ടുകയാണ്. ഔട്ട്പുട്ടിൽ AC കറണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അതിൽ ആർമേച്ചർ ഉണ്ട്, പിന്നെ ഫീൽഡ് ഉണ്ട്, പിന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്ലിപ്പ് റിങ്ങുകളുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടെ നമുക്ക് എന്താണ് കറണ്ടിനെ ഔട്ട്പുട്ടായിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഫാരഡേയ്സ് പ്രിൻസിപ്പിളാണ് AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യമാണ് 4ാമത്തെ ചോദ്യമാണ് ഡ്രോ ദ ഡെൽറ്റ കണക്ഷൻ ഡയഗ്രാം വിത്ത് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഡയോഡ്സ് യൂസ്ഡ് ഇൻ സ്റ്റേറ്റർ വൈൻഡിങ്സ് ഓഫ് ഓൾട്ടർനേറ്റർ. Draw the delta connection diagram with the full wave rectification diodes used in stator windings of alternator. ഇതിൽ ഡ്രോ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾക്ക് പിന്നെ കുറേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് ജസ്റ്റ് ഈ ഫിഗർ വരച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC DC ആക്കുന്ന പ്രോസസ്സാണ്. സോ 6 ഡയോഡുകൾ ഉണ്ടാവും. 1 2 3 4 5 6 ഈ 6 ഡയോഡുകളുണ്ട്. അപ്പോൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ രൂപത്തിൽ എന്താണ് നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് കണക്ട് ചെയ്തിരുന്നതാണ് ഈ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. അത് ഈ കാണുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ സ്റ്റേറ്റർ വൈൻഡിങ് ആണ്. ഇത് 3ഉം തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ത്രികോണാകൃതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 2 ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു, ബാക്കി 2 ഇവിടെ, ഇത് 2 ഇവിടെ. എന്നിട്ട് ഇതിൽ നിന്നൊരു കണക്ഷൻ എടുത്തുകൊണ്ട് ഫസ്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കൊടുക്കുന്നു, രണ്ടാമത്തെ മറ്റൊരു പോയിന്റിലേക്കും, മൂന്നാമത് ഈ പോയിന്റിലേക്കും. അപ്പോൾ ഇത് ഈ ഫോർവേഡ് ബയാസ് ആകുമ്പോൾ മാത്രം ഡയോഡുകളാണല്ലോ, ഫോർവേഡ് ബയാസ് ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇതിലൂടെ കറണ്ട് വരുന്ന സമയത്ത് ഇത് ഫോർവേഡ് ബയാസ് ആയിക്കൊണ്ട് നേരെ ഇതിൽ കൂടി എന്ത് ചെയ്യും,
ഇങ്ങനെ കറണ്ട് പോകും. ഓക്കെ, ഇനി ഇതിലൂടെയാണ് കറണ്ട് വരുന്നുണ്ടെങ്കിലോ ഇത് ഫോർവേഡ് ബയസ് ഇതിലൂടെ അങ്ങോട്ട് പോകും. മറ്റേ ഇതിലൂടെ ആണെങ്കിലോ ആ സമയത്ത് ഇതിങ്ങനെ. അപ്പോൾ ഏതിലൂടെയാണോ കറണ്ട് വരുന്നത് ആ സമയത്ത് മാത്രമാണ് എന്ത് വരുള്ളൂ, നമ്മൾ ആ ഒരു ഇതിലൂടെ മാത്രമാണ് കറണ്ട് പാസ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് AC എന്ന് പറയുന്നത് DC ആയിട്ട്. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യം. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ആക്സിയൽ സ്റ്റാർട്ടർ. ആക്സിയൽ സ്റ്റാർട്ടറിനെ കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആക്സിയൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. എന്ത് ടൈപ്പ്? അതായത് ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് ആക്സിയൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത് ഒന്നുകിൽ പെർമനൻറ്റ് മാഗ്നറ്റോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റോ ആണ്. പെർമനൻറ്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിൽ എന്താ വ്യത്യാസം? ഇലക്ട്രോ മാഗ്നറ്റ് പറയുമ്പോൾ ഒരു കണ്ടക്ടറിന് ചുറ്റും നമ്മളൊരു വൈൻഡിങ് ചുറ്റി അതിലൂടെ കറണ്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ആകുന്നു. അതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പെർമനൻറ്റ് മാഗ്നറ്റ് പറയുമ്പോൾ നമ്മൾ സൗത്തും നോർത്തുള്ള സാധാ മാഗ്നറ്റ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാനോ കുറക്കാനോ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഓക്കെ, അതുപോലെ ഈ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ആർമേച്ചർ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിനോട് നേരെയുള്ള ഷാഫ്റ്റിലേക്ക് എന്ത് ചെയ്യാണ്? മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ആർമേച്ചർ മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ കറങ്ങണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ ഈ ആർമേച്ചർ എന്ത് ചെയ്യും? കറങ്ങും. അപ്പോൾ ഈ കറക്കാണ് നമ്മുടെ എൻജിനെ കറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത് 6ാമത്തെ ചോദ്യം. ഡ്രോ സീരീസ് വൈൻഡിങ് ടൈപ്പ് സ്റ്റാർട്ടിംഗ് മോട്ടർ ആൻഡ് ലേബൽ ഇറ്റ്. സീരീസ് വൈൻഡിങ് ടൈപ്പ് സ്റ്റാർട്ടിംഗ് മോട്ടർ നമ്മൾ വരയ്ക്കുക, എന്നിട്ട് അത് അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങും ഫീൽഡ് വൈൻഡിങ്ങും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് DC കണക്ഷനിൽ നിന്ന് പവർ സപ്ലൈയിൽ നിന്ന് സീരീസ് ആയിട്ട്, അതായത് ആദ്യം വൈൻഡിങ് പിന്നെ എന്ത് ചെയ്യുന്നു? ആദ്യം ഫീൽഡ് വൈൻഡിങ് പിന്നെ ആർമേച്ചർ വൈൻഡിങ്, ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീരീസ് വൈൻഡിങ് ടൈപ്പ് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറയുന്നത്. അടുത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഹോൾ എഫക്റ്റ് സ്വിച്ചസ്. ഹോൾ എഫക്റ്റ് സ്വിച്ചസ്. ഹോൾ എഫക്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇഗ്നീഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഗ്നീഷൻ സിസ്റ്റത്തിൽ കൃത്യമായിട്ട് നമ്മൾ ഈ ഫയറിങ് കൃത്യസമയത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാം ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും പൊസിഷൻ മനസ്സിലാക്കൽ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റിൻ്റെയൊക്കെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പൊസിഷൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയിൽ ഒരു സെമി കണ്ടക്ടറുമായിട്ട് ഉൾപ്പെട്ടിട്ട് ഉള്ളൊരു ഡിവൈസാണ് ഈ ഹോൾ എഫക്റ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റോ അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റോ കറങ്ങുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡിലുള്ള ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ചുകൾ എന്ത് ചെയ്യും? ഈ ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഹോൾ എഫക്റ്റ് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 8ാമത്തെ ചോദ്യമാണ്. റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം. എന്താണ്? ഏതെങ്കിലും 3 അഡ്വാൻറ്റേജുകൾ എഴുതാൻ. എന്തിൻ്റെ? ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇഗ്നീഷൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം, അല്ലെങ്കിൽ DIS എന്നാണ് ഇതിനെ വിളിക്കുന്നത്. DIS, ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇലക്ട്രോണിക്സ് ഇഗ്നീഷൻ സിസ്റ്റം. സോ ഇതിൻ്റെ 3 ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, നമുക്ക് തൽക്കാലം 3 മതി. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി.
അപ്പോൾ അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർലെസ് ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നമുക്ക് മൂവിങ് പാർട്സ് ഇല്ല. അതായത് ആ ഡിസ്ട്രിബ്യൂട്ടറിനോട് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഡിസ്ട്രിബ്യൂട്ടർ അറിയാലോ, അങ്ങനെ റൊട്ടേഷനിൽ ഒരു മൂവ്മെൻറ്റ് നടക്കുന്ന ഒരു ഡിവൈസാണ്. അത് ഓരോ സിലിണ്ടറിലേക്ക് ഇങ്ങനെ കറക്റ്റ് സമയത്തിന് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, സ്പാർക്ക് എത്തിക്കുന്ന ആളാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ മൂവിങ് പാർട്സ് കുറവായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വെയർ ആൻഡ് ടിയർ, അതേപോലെ ബ്രേക്ക് ഡൗൺ ഇതെല്ലാം കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, കുറച്ച് റിപ്പയർ ഇല്ലാതെ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കുറേ കാലം ഈ ഒരു സിസ്റ്റം ഓടും. അതാണ് റിലയബിലിറ്റി ഇമ്പ്രൂവ് ആയി എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ടൈമിങ് കുറച്ചും കൂടി പ്രിസൈസാണ്. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്പാർക്ക് പ്ലഗിലേക്ക് നമുക്ക് സ്പാർക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഇത് കൺട്രോൾ ചെയ്യുന്നത് എൻജിൻ കൺട്രോൾ മൊഡ്യൂൾ ECM എന്ന് പറയുന്ന ആളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പവർ ട്രെയിൻ കൺട്രോൾ മൊഡ്യൂൾ PCM, ഇതിലാരെങ്കിലും ഒരാൾ, രണ്ടും തന്നെയാണ്. അപ്പോൾ ഈ ECM ഇവർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് ടൈമിങ് സ്പാർക്കിൽ ടൈമിങ് കിട്ടും. പിന്നെ എന്താണ് ഇതിൽ സ്പാർക്ക് എന്ന് പറയുന്നത് സാധാ ഇഗ്നീഷൻ സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് സ്പാർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് എൻജിൻ്റെ കാര്യത്തിൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളത് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാനുള്ളത്. ഇനിയും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം 3 മാത്രം ചോദിച്ചതുകൊണ്ട് നമുക്കത് മാത്രം എഴുതിയാൽ മതി. അടുത്ത 9ാമത്തെ ചോദ്യമാണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം. ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വാഹനത്തെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു അനോതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം ഉള്ളത്. അത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ വണ്ടിയിലേക്ക് കയറുന്നത് തടയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മോഷണം പോകുന്നത് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അപ്പോൾ ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പാസീവ് ഉണ്ട്, ഒന്ന് ആക്റ്റീവ് ഉണ്ട്. പാസീവ് ടൈപ്പ്, ആക്റ്റീവ് ടൈപ്പ്. പാസീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബാരിയേഴ്സ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, വാഹനത്തിലേക്കുള്ള ആക്സസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയാണ്. അതായത് അതിൽ വരുന്നതാണ് ലോക്ക്, അലാറം, ഇതൊക്കെ വരുന്നത് ഒരു ഫിസിക്കൽ ബാരിയേഴ്സാണ്. ഓക്കെ. എന്നാൽ നമ്മുടെ എന്താ പറയുക, ഈ ആക്റ്റീവ് ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ, ആക്റ്റീവ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. അതായത് ഈ മോഷണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകളും അതേപോലെ തന്നെ സെൻസറുകളും. അതിൽ വരുന്ന ഇമ്മൊബിലൈസർ, ട്രാൻസ്മിറ്റർ, GPS, ഇതെല്ലാം വരുന്നത് ആക്റ്റീവ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റത്തിലാണ്. ഓക്കെ. ഇലക്ട്രോണിക്കലി കൺട്രോൾഡാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ആക്റ്റീവ് എന്ന് പറയുന്നത് ഫിസിക്കൽ ബാരിയേഴ്സായിട്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ. ഇതാണ് ആൻറ്റി തെഫ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ധാരണ. അടുത്തത് 10ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ കീലെസ് എൻട്രി സിസ്റ്റം. കീലെസ് എൻട്രി സിസ്റ്റത്തെ കുറിച്ച് ഒരു ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് ചിലപ്പോൾ പ്രിപ്പയർ എന്ന് പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഏത് രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്താണ് ആ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം സുഗമമായിട്ട് എഴുതാൻ സാധിക്കും. കീലെസ് എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സിസ്റ്റം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കാറ് ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ കീയുടെ സഹായമില്ലാതെ, അതായത് ഫിസിക്കൽ കീൻ്റെ സഹായമില്ലാതെ കാറ് ലോക്ക് ചെയ്യാനോ അൺലോക്ക് ചെയ്യാനോ ഒക്കെ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ് കീലെസ് എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഫിസിക്കൽ കീയുടെ സഹായമില്ലാതെ ഒന്നെങ്കിൽ നമുക്ക് ഡോർ ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക. മുമ്പ് ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനൊക്കെ ആയിരുന്നു മുമ്പത്തെ ഒരു എന്താ പറയുക ഓട്ടോമോട്ടീവ്സിൽ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനും മറ്റെല്ലാ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ കീ, അതായത് കീലെസ് എൻട്രി അല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് കീ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെയാണിത് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കീൻ്റെ കൂടെ ഒരു ചെറിയൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ആ ട്രാൻസ്മിറ്ററിൽ നിന്ന് സിഗ്നലുകൾ എന്ത് ചെയ്യാണ്, കാറിലുള്ള റിസീവറിലേക്ക്
അയക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിമോട്ടിലുള്ള ട്രാൻസ്മിറ്ററിൽ നിന്നും ഒരു സിഗ്നൽ കാറിലുള്ള റിസീവറിലേക്ക് പാസ് ചെയ്യാണ്. അപ്പോൾ ആ സിഗ്നൽ കിട്ടുന്ന സമയത്താണ് എന്താണ് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. ഇന്ന ഈ ഒരു കീ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽ കിട്ടുമ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തതിനനുസരിച്ചിട്ടാണ് കാർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പം പിന്നെ നമുക്കിപ്പോൾ എല്ലാ കാറുകളിലും എന്താണ് ഈ കീലെസ് എൻട്രി എന്ന് പറയുന്നത് ഒരു കോമൺ സിസ്റ്റമായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ഈ ട്രഡീഷണൽ കീനേക്കാളും കുറച്ചുകൂടി സെക്യൂറാണ് നമ്മുടെ ഈ കീലെസ് എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. കുറച്ചുകൂടി എന്താ പറയുക, മോഷനും മറ്റു കാര്യങ്ങളൊക്കെ തടയാൻ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാണ് കീലെസ് എൻട്രി സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ വർക്കിംഗ് എന്താണ് എന്നാണ്. ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള കുറച്ച് ടോപ്പിക്കുകൾ 2-3 ടൈപ്പ് ബാറ്ററികൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ബാറ്ററിയാണ് ലെഡ് ആസിഡ് ബാറ്ററി. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ കാണിക്കുന്നതാണ് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പാർട്സുകളുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നേരെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ടെർമിനൽസ് ഉണ്ട്, സെല്ലുകളുണ്ട്, പ്ലേറ്റുകളുണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, കേസ് ഉണ്ട്, പിന്നെ കവറുണ്ട്, വെൻറ്റ് ഗ്യാപ്പുകൾ. ഇത്രയൊക്കെയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ള നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് കാണിക്കാൻ ഏറ്റവും ഇതിൻ്റെ കമ്പോണൻസ് കാണിക്കാൻ ഏറ്റവും നല്ലത് ഈ ചിത്രമാണ്. അതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ എളുപ്പം ഇതുമാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ചിത്രം മാത്രം മതിയോ അല്ലെങ്കിൽ ഈ ചിത്രം മാത്രം മതിയോ എന്നുള്ളത്. നമുക്ക് ശരിക്കും വരയ്ക്കാൻ മാർക്ക് സ്കോർ ചെയ്യാൻ നല്ലത് നമ്മുടെ ഈ ആദ്യത്തെ ചിത്രമാണ്. ഇതാണ് മാർക്ക് സ്കോർ ചെയ്യാനും മറ്റുള്ളതിനും നല്ലത്. പക്ഷേ നമുക്ക് വർക്കിംഗ് കാണിക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഇതാണ്. അധികം വലിയൊരു ഇടങ്ങാറൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വരച്ച് തീർക്കാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള കമ്പോണൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേറ്റുകൾ ഏതൊരു ബാറ്ററിയുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് പ്ലേറ്റുകൾ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് പ്ലേറ്റുകളാണുള്ളത്. 2 ടൈപ്പ് പ്ലേറ്റുകൾ, ഒന്ന് പോസിറ്റീവ് പ്ലേറ്റും ഒന്ന് നെഗറ്റീവ് പ്ലേറ്റും. പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ് ഡയോക്സൈഡാണ്. PbO2 എന്ന് പറയുന്ന ലെഡ് ഡയോക്സൈഡ് കൊണ്ടാണ് പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് PB അല്ലെങ്കിൽ സ്പോഞ്ച് ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റായി, നെഗറ്റീവ് പ്ലേറ്റായി. ഇനിയുള്ളത് ഇലക്ട്രോലൈറ്റാണ്. ഇതിനുള്ളിൽ ലിക്വിഡ് രൂപത്തിൽ ഇതിനുള്ളിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന ദ്രാവകമാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് ലെഡ് ആസിഡ് ബാറ്ററിയിലെ ഇലക്ട്രോലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡും വാട്ടറുമാണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4ഉം വാട്ടറും. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടും കൂടി 1:3 എന്ന റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. 1 ലിറ്റർ സൾഫ്യൂരിക് ആസിഡിന് 3 ലിറ്റർ വാട്ടർ എന്ന രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് പ്ലേറ്റും ഉണ്ട് നെഗറ്റീവ് പ്ലേറ്റും ഉണ്ട് അല്ലേ. പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ഉണ്ട്. ഇത് രണ്ടും അടുത്തടുത്താണ് വെച്ചിട്ടുള്ളത്. പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ്, പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ അടുത്താണ്. ഇത് ഇങ്ങനെയല്ല സിംബോളിക്കലായിട്ട് എന്നാലും പറയാം. ഇങ്ങനെ അടുത്തടുത്ത് വെക്കുമ്പോൾ ഇത് തമ്മിൽ പരസ്പരം തട്ടാതെ ഇതിനിടയിൽ നിൽക്കുന്ന ആളാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. പോസിറ്റീവ് പ്ലേറ്റിൻ്റെയും നെഗറ്റീവ് പ്ലേറ്റിൻ്റെയും ഇടയിൽ ഇത് തമ്മിൽ പരസ്പരം ഉള്ളിൽ ടച്ച് ചെയ്യാൻ പാടില്ലല്ലോ. ഇതിന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യേണ്ടത് ഇലക്ട്രോലൈറ്റിലൂടെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ പരസ്പരം തട്ടാതെ അതിൻ്റെ ഇടയിൽ നമ്മൾ വെച്ചിട്ടുള്ള കറണ്ടിനെ കണ്ടക്റ്റ് ചെയ്യാത്ത മെറ്റീരിയലാണ് നമ്മൾ സെപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് പോറസ് മെറ്റീരിയൽസ് ആണ്. അതേപോലെ എന്താ പറയുക പോറസ് മെറ്റീരിയൽസ് ആണ്. അതായത് അതിൻ്റെ ഉള്ളിലൂടെ ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടും. ഓക്കെ, അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇലക്ട്രോലൈറ്റിനെ കടത്തിവിടും. അപ്പോൾ അതൊന്ന്. പിന്നെ ഇനി അടുത്തത് കണ്ടെയ്നറിനാണ്. കണ്ടെയ്നർ എന്ന് പറയുന്നത് നമ്മളെ പോളിപ്രൊപ്പലീനോ അല്ലെങ്കിൽ ഹാർഡ് റബ്ബർ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ടോട്ടൽ ബാറ്ററിയുടെ കണ്ടെയ്നറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ കണ്ടെയ്നറാണ് പ്ലേറ്റിനെയും ഇലക്ട്രോലൈറ്റിനെയും സെപ്പറേറ്റിനെയും എല്ലാവരെയും കവർ ചെയ്യുന്ന ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഈ പറഞ്ഞ കവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ വർക്കിംഗ്.
അതിൽ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിക്കണം. PbO2 + 2H2SO4 + Pb ഗീവ്സ് എന്നുള്ളതാണ് ഈ ഒരു ഇതിലുള്ള ഗീവ്സ് PbSO4 + 2H2O + PbSO4. ഓക്കെ, ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ കാണിക്കുന്നത് ഇങ്ങോട്ട് പോകുന്നത് 1 സെക്കൻഡ്, മുകളിൽ ഡിസ്ചാർജിങ് ആണ്, അടിയിൽ ചാർജിങ്. ഓക്കെ, ഇത് എഴുതണം കേട്ടോ. മുകളിൽ ഡിസ്ചാർജിങ്ങും താഴെ ചാർജിങ് എഴുതണം. അതായത് ഡിസ്ചാർജിങ് സംഭവിക്കുമ്പോൾ ഈ കാണുന്ന ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, ഇതായിട്ട് മാറുകയാണെന്നാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ശ്രദ്ധിച്ചേട്ടോ. നമ്മളൊരു ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഈ പോസിറ്റീവ് പ്ലേറ്റിലുള്ള ആളാണ് PbO2 എന്ന് പറയുന്ന ആൾ അല്ലേ. പോസിറ്റീവ് പ്ലേറ്റിലുള്ള ആളാണ് PbO2. നെഗറ്റീവ് പ്ലേറ്റിലുള്ള ആൾ ആരാണ്? Pb. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിലുള്ള PbO2വും അതേപോലെ നെഗറ്റീവ് പ്ലേറ്റിലുള്ള Pbയും നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇല്ലേ, അതായത് സൾഫ്യൂരിക് ആസിഡ് 2H2SO4, ഈ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, പോസിറ്റീവ് പ്ലേറ്റിൽ PbSO4 ആയിട്ടും നെഗറ്റീവ് പ്ലേറ്റിൽ PbSO4 ആയിട്ടും മാറാണ്. PbSO4 എന്ന് പറയുന്നത് ലെഡ് സൾഫേറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ലെഡ് സൾഫേറ്റിനാണ് PbSO4 എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് പ്ലേറ്റിലും PbSO4 ആയിട്ട് മാറും. ആരും പോസിറ്റീവ് പ്ലേറ്റിലുള്ള PbO2 എന്ന് പറയുന്ന ആളും നെഗറ്റീവ് പ്ലേറ്റിലുള്ള Pbയും സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു, പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് പ്ലേറ്റിലും PbSO4ഉം അതേപോലെ സൾഫ്യൂരിക് ആസിഡ് എന്തായിരുന്നു മാറുന്നു, H2O 2H2O വാട്ടറായിട്ടും മാറുകയാണ്. ഇതാണ് ഡിസ്ചാർജിങ്ങിൽ സംഭവിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ അതിനൊരു എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താ നമ്മുടെ എക്സ്പ്ലനേഷനിൽ, വെൻ ലെഡ് ആസിഡ് ബാറ്ററി ഈസ് ഡിസ്ചാർജ്ഡ്, ബാറ്ററിയിൽ നിന്ന് നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുക്കുകയാണ്, അതാണ് ബാറ്ററി ഡിസ്ചാർജ് ആവണം അപ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, ബാറ്ററിയിൽ നിന്ന് നമ്മളെ കറണ്ട് ലൈറ്റുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാറ്ററിയിൽ നിന്ന് കറണ്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നതിനാണ് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പോസിറ്റീവ് പ്ലേറ്റിലെ ലെഡ് ഡയോക്സൈഡ് പോസിറ്റീവ് പ്ലേറ്റിലെ ലെഡ് ഡയോക്സൈഡും നെഗറ്റീവ് പ്ലേറ്റിലെ സ്പോഞ്ച് ലെഡുമാടിയും കൂടിച്ചേർന്ന് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡുമായിട്ട് കൂടിച്ചേർന്ന് എന്ത് ചെയ്യുന്നു, ലെഡ് സൾഫേറ്റ് ഉണ്ടാക്കുകയാണ്. ലെഡ് സൾഫേറ്റും വെള്ളവുമായിട്ട് ഉണ്ടാക്കുന്നു. ഈ ഒരു കെമിക്കൽ റിയാക്ഷനാണ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാണ്. ഇനി ബാറ്ററി നമ്മൾ തിരിച്ച് ചാർജ് ചെയ്യണം. ബാറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ എന്താണ്, ഈ ഓരോ നെഗറ്റീവ് പ്ലേറ്റിലും PbSO4 അല്ലെങ്കിൽ ലെഡ് സൾഫേറ്റ് ആണ്, പോസിറ്റീവ് പ്ലേറ്റിലും ലെഡ് സൾഫേറ്റ് ആണ്, രണ്ടിലും ലെഡ് സൾഫേറ്റ് ഉണ്ട്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് വെള്ളം അയക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററിനെ ഫുള്ള് ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്ന ആളെ, അതായത് ഓരോ പ്ലേറ്റിലുള്ള പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് പ്ലേറ്റിലുള്ള ലെഡ് സൾഫേറ്റിനെ എന്ത് ചെയ്യുന്നു, ലെഡ് ഡയോക്സൈഡായിട്ടും സ്പോഞ്ചി ലെഡായിട്ടും തിരിച്ച് വീണ്ടും കൺവേർട്ട് ചെയ്യണം. പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ലെഡും നെഗറ്റീവ് പ്ലേറ്റിലേക്ക് സ്പോഞ്ചി ലെഡുമായിട്ടും തിരിച്ചുമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ വാട്ടറിനെ എന്ത് ചെയ്യും, വാട്ടറിനെ സൾഫ്യൂരിക് ആസിഡായിട്ടും തിരിച്ചു മാറ്റും. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കറണ്ട് കൊടുക്കണം. ഡിസ്ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ വേണ്ട, ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യും, ഒരു കണക്ഷൻ സർക്യൂട്ട് കൊണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജിങ് നടന്നോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ നമുക്കറിയാലോ ബാറ്ററി എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓട്ടോമോട്ടീവ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, മറൈൻ ആവശ്യങ്ങൾക്ക്, വീട്ടിലെ ആവശ്യങ്ങൾ, റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഇത്രയും ഒരു 7 മാർക്കിന് ചോദിച്ചാൽ നമ്മളൊരു ഫിഗർ വരച്ചു, അതിൻ്റെ കമ്പോണൻസ് എഴുതി, വർക്കിംഗ് എഴുതി, എന്നിട്ട് നമുക്കൊരു സംതൃപ്തി വരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അപ്ലിക്കേഷനും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജും നമുക്ക് എഴുതാം. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ കോസ്റ്റ് കുറവാണ്, അതേപോലെ എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ്, ഡ്യൂറബിലിറ്റി ലൈഫ് കൂടുതലാണ്. എന്നാൽ എനർജി ഡെൻസിറ്റി കൂടുതലാണെങ്കിലും പവർ ഡെൻസിറ്റി ഇതിന് കുറവാണ്. ഓക്കെ, പവർ ഡെൻസിറ്റി കുറവാണ്. അതായത് ലിഥിയം അയൺ ബാറ്ററിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പവർ ഡെൻസിറ്റി വേണമെങ്കിൽ കുറവാണ്. പിന്നെ ലൈഫ് സ്പാന് കുറവാണ്. ഓക്കെ, ലൈഫ് സ്പാന് അതായത് എന്താ പറയുക, ഒരുപാട് കാലം നമ്മുടെ ഈ എന്താ പറയുക, നമുക്കറിയാം നമ്മളെ കാറിലൊക്കെ ഉള്ള ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാറൻറ്റിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ബാറ്ററികൾക്കാണെങ്കിൽ 3 വർഷം, ചില ബാറ്ററികൾ ഏറ്റവും നല്ല കമ്പനികൾ വരെ 5 വർഷം വാറൻറ്റിയൊക്കെ കൊടുക്കണുള്ളൂ. അതിൽ 3 വർഷം റീപ്ലേസ്മെൻറ്റും, മറ്റേലാണെന്നുണ്ടെങ്കിൽ അതിലൊരു എന്താ പറയുക ചെറിയൊരു എമൗണ്ട് കുറച്ചിട്ട് മാത്രമേ നമ്മൾ കമ്പനികളൊക്കെ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഇതാണ് ഏകദേശം പറയുന്നത് ഒരു 3-5 വർഷം കൊണ്ട് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറയും. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ അന്തരീക്ഷത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതേപോലെ അന്തരീക്ഷത്തിലേക്ക് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിന് പ്രശ്നമാണ്. കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ലെഡ് എന്ന് പറയുന്ന ആൾ ഒരു പ്രശ്നക്കാരനാണ് അന്തരീക്ഷത്തിന്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മുടെ 7ാമത്തെ ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദി ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ രീതി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്റർ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫിഗർ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇത്രയും എഴുതിയാൽ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഫിഗർ വരക്കണം, അതിൽ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് എഴുതണം, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണ്, ദെൻ അത് എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ളതും നമ്മൾ എഴുതും. ഓക്കെ, ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. അത് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ആംപ്ലിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യാനോ വേണ്ടിയിട്ടാണ് സെമി കണ്ടക്ടറായിട്ട്, അങ്ങനെയുള്ളൊരു സെമി കണ്ടക്ടറാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ ഒരു സർക്യൂട്ടിനെ ആംപ്ലിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആ സർക്യൂട്ടിനെ ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം സിലിക്കണോ അല്ലെങ്കിൽ ജർമാനിയോ പോലുള്ള സെമി കണ്ടക്ടർ ഡിവൈസിൽ ആണ്. ആ സിലിക്കണോ അല്ലെങ്കിൽ ജർമാനിയോ പോലുള്ള മെറ്റീരിയലിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതിലേക്ക് ആഡ് ചെയ്യുന്ന എന്ത് മെറ്റീരിയലാണ് അല്ലെങ്കിൽ എന്ത് ഇമ്പ്യൂരിറ്റിയാണ് അതിലേക്ക് ഡോപ്പ് ചെയ്യുന്നത്, ആഡ് ചെയ്യാന്നല്ല ഡോപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഡോപ്പ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റിയുടെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ പോസിറ്റീവ് പി ടൈപ്പ് ആണോ അല്ലെങ്കിൽ എൻ ടൈപ്പ് ആണോ എന്നുള്ളത് അനുസരിച്ച് അത് വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പുണ്ട് പറഞ്ഞല്ലോ, പി ടൈപ്പും എൻ ടൈപ്പും. അപ്പോൾ ഇങ്ങനെ ഈ പി ടൈപ്പും എൻ ടൈപ്പും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ രണ്ടും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഒന്ന് PNP ട്രാൻസിസ്റ്റർ, പിന്നെ ഉള്ളത് NPN ട്രാൻസിസ്റ്റർ. PNP, ആദ്യം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ വെക്കുന്നു, പിന്നെ നടുവിൽ എൻ ടൈപ്പ്, പിന്നെ അപ്പുറത്ത് പി ടൈപ്പ്. ഈ NPNലാണെങ്കിലോ NPN, ആദ്യം എൻ ടൈപ്പ് വെക്കുന്നു, അതായത് 2 എൻ ടൈപ്പുകൾക്ക് നടുവിൽ ഒരു പി ടൈപ്പ്. PNP ആണെങ്കിൽ 2 പി ടൈപ്പുകൾക്ക് നടുവിൽ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എന്താണ് 3 റീജിയൻസ് ആണുള്ളത്. 3 റീജിയനുകൾ. ഓക്കെ, എമിറ്റർ, ബേസ്, കളക്ടർ. എമിറ്റർ, ബേസ്, കളക്ടർ, EBC. ഇവിടെ എഴുതിക്കണുണ്ടോ, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ ഈ 3 റീജിയനുകളാണ്, 3 സ്ഥലങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ഈ എമിറ്ററിൻ്റെയും ബേസിൻ്റെയും ഇടയിലുള്ള ഈ ജംഗ്ഷനെ നമ്മൾ പറയും എന്താണ്, എമിറ്റർ ബേസ് ജംഗ്ഷനുകൾ. ഓക്കെ, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എമിറ്റർ ജംഗ്ഷൻ എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി ബേസിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിലുള്ള ഈ ജംഗ്ഷനെ, ഈ ജംഗ്ഷനെ നമ്മൾ പറയുന്നതാണ് എന്ത്, കളക്ടർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ കളക്ടർ ജംഗ്ഷൻ എന്ന് മാത്രം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ JE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ജംഗ്ഷൻ എന്നും JC എന്ന് പറഞ്ഞാൽ കളക്ടർ ജംഗ്ഷൻ എന്നുമാണ്. അപ്പോൾ നമുക്ക് ചിത്രത്തിലേക്ക് കിടക്കാം. ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ ഇതിൽ നമ്മൾ സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗറല്ല കാണാം. സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഞാൻ ഈ ബോക്സിൽ കാണിച്ചിട്ടുള്ള ഫിഗറാണ് വരയ്ക്കുന്നത്. ബേസ്, എമിറ്റർ, കളക്ടർ. ഓക്കെ, അതേപോലെ ഇവിടെയും ബേസ്, എമിറ്റർ, കളക്ടറാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് NPN ആണോ PNP ആണോ എന്നുള്ളത് നമുക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവുക. ലെഫ്റ്റ് സൈഡിലുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും, അത് അതിൽ എഴുതിയിട്ടുണ്ട് NPN ആണെന്നുള്ളത്. അതിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഏതാണ് ട്രാൻസിസ്റ്റർ, അതിൻ്റെ സിംബോളിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇടതുവശത്ത് കാണിക്കുന്നത്. സർക്യൂട്ടിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ കണ്ടോ ഒരു ആരോ കാണുന്നു, എമിറ്ററിന് ബേസിലേക്കുള്ള ഒരു കറണ്ടിൻ്റെ ആരോ കാണുന്നുണ്ടാവും. ഇവിടെയൊക്കെ ഒരു ആരോ, ഈ ആരോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ആരോ അകത്തേക്കാണ് അല്ലേ, ആ ആരോ അകത്തേക്കാണ്,
എവിടെ കൊടുത്തിട്ടുള്ളത്? PNPയിൽ കൊടുത്തിട്ടുള്ളത് കാണുന്നില്ലേ നിങ്ങൾക്ക് ആരോ ഭാഗത്തേക്കുള്ളത്? അപ്പോൾ NPNലാണെങ്കിലോ ഈ ആരോ പുറത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, ബേസിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് മിക്ക ആളുകളും എന്താ പറയുക, ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഒരു എളുപ്പവഴി ഉണ്ടാവും. ഞാൻ ഓർത്ത് വെച്ചിട്ടുള്ളത് NPN, നാക്ക് പുറത്തേക്ക് നീട്ടി, നാക്ക് പുറത്തേക്ക് നീട്ടി. എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്നാണ് ഇങ്ങനെ ഓർത്താൽ മതി. NPNും PNPയും തമ്മിലുള്ള എളുപ്പത്തിന്, അതായത് നാക്ക് പുറത്തേക്ക് നീട്ടുന്ന ആൾ എന്താണ്, അത് NPN ആണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, NPN PNP ട്രാൻസിസ്റ്റർ, അതിൻ്റെ ഫിഗർ നമ്മൾ വരച്ചു. ഇനി ഇത് എങ്ങനെയാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിച്ചുതരാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ 3 എന്താ പറയുക റീജിയനുകളാണുള്ളത്. എമിറ്റർ, ബേസ്, കളക്ടർ അല്ലേ, എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്ന ആളാണ് ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നത്, എമിറ്ററിലേക്കാണ് കറണ്ട് വരുന്നത്, അപ്പോൾ ബേസിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇതിൽ നിന്ന് കളക്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു പോകുന്ന വഴി ഉണ്ടല്ലോ, ഇവനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ ബേസാണ് ഈ ഒരു ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധിക്കുന്നതാണ് നമുക്കറിയാം. ഒരു ഡയോഡ് പോസിറ്റീവ് എന്താ പറയുക, ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റുകൾ കേട്ടിട്ടുണ്ടാവും. ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രിസിറ്റിയുടെ പോസിറ്റീവ് സൈഡ് വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, കറണ്ട് അങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോവുക. ഇനി എന്താ പറയുക, റിവേഴ്സ് ബയാസ് ആണെങ്കിലോ തിരിച്ചു വെക്കുകയാണ്. അപ്പോൾ ഫോർവേഡ് ബയാസിലാണെങ്കിൽ മാത്രമാണ് കറണ്ടിനെ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ റിവേഴ്സ് ബയാസ് ആണെങ്കിൽ കറണ്ടിനെ കടത്തി വിടുക. അപ്പോൾ ഈ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബേസിൽ ഒരു ചെറിയൊരു കറണ്ട് കൊടുത്താലേ അങ്ങനെ പോവുള്ളൂ. ഓക്കെ, ബേസിൽ ഒരു ചെറിയ കറണ്ട് കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് കറണ്ട് പോവുള്ളൂ. അപ്പോൾ ഇത് എവിടേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ബേസിൽ കൊടുക്കുന്ന കറണ്ട് വളരെ ചെറിയൊരു കറണ്ട് മതി. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന പർപ്പസുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എമിറ്ററിൽ നല്ല ഹെവി കറണ്ട് ഉണ്ടാവും, അത് കളക്ടറിലേക്ക് ഇങ്ങനെ പോകാൻ ഇങ്ങനെ എന്താ പറയുക, അതിനിങ്ങനെ ഭയങ്കര ടെൻഡൻസി ഉണ്ടാവും, പക്ഷേ പോകില്ല, കാരണം ഇത് റിവേഴ്സ് ബയാസിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിൽ ചെറിയൊരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ചെറിയ കറണ്ട് കിട്ടിയാൽ മതി ഇവിടുന്ന് എമിറ്ററിൽ നിന്ന് നേരെ കളക്ടറിലേക്ക് ആ ഇലക്ട്രോൺസ് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ആംപ്ലിഫൈ ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിലുള്ള ഹൈ കറണ്ട് സപ്ലൈ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബേസിലുള്ള ചെറിയ കറണ്ട് മതി നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി ഇത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അതും എളുപ്പമാണ്. ഓൾറെഡി ഈ എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബേസിൽ ചെറിയ കറണ്ട് എടുക്കണം. ഓക്കെ, ബേസിൽ ഒരു ചെറിയ കറണ്ട് കൊടുത്താൽ മാത്രമാണ് എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് കറണ്ട്, അല്ലെങ്കിൽ എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെ ഇടയിൽ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുള്ളൂ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഈ പർപ്പസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് സ്വിച്ചുകൾ വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ്, വലിയ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കറണ്ടുകൾ പാസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയൊരു കറണ്ട്, ബേസ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വലിയ കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് ഈ കാണുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ആൾ. കാരണം ഇപ്പോൾ ഈ സ്വിച്ചുകളൊക്കെ വളരെ ചെറിയ സ്വിച്ചുകളാണല്ലേ ഇലക്ട്രോണിക് ഡിവൈസുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന എന്താണ്, ബേസിലേക്കുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമേ അവരുടെ പ്രവൃത്തിയായിട്ടുള്ളൂ. ഇനി ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് പല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള 1-2 രീതികളുണ്ട്. അപ്പോൾ അതിൽ 2-3 രീതികൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഈ കാണുന്ന എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. ഇത് ഫോർവേഡ് ബയാസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്. ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡും സർക്യൂട്ടിൻ്റെ പോസിറ്റീവ് സൈഡും ഒരേ സൈഡിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നു, ഇതിലൂടെ കറണ്ട് കടത്തിവിടുള്ളൂ. ഫോർവേഡ് ബയാസിലാണെങ്കിലാണ് കറണ്ട് പോവുള്ളൂ, റിവേഴ്സ് ബയാസിലാണെങ്കിൽ കറണ്ട് അങ്ങോട്ട് പോകില്ല. അപ്പോൾ എമിറ്ററും ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയാസിലാണെങ്കിൽ, അതായത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ എമിറ്ററിലുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ബേസിലുള്ള ഹോൾസുമായിട്ട് അട്രാക്ട് ചെയ്തിട്ട് ഇതിലൂടെ കറണ്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെയാണ് പോകുന്നത്.
നമുക്ക് അറിയാം പിയിൽ കുറേ ഹോളുകളുള്ളത്, എന്നിൽ ഇലക്ട്രോൺസാണുള്ളത്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനിൽ ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാൽ കറണ്ട് സർക്യൂട്ട് പോകുന്നത് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയാണ് എമിറ്ററിൽ നിന്ന് ബേസ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നില്ല, അവിടുന്ന്, അതായത് ബേസിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിൽ ഒരു സപ്ലൈ ഇല്ല, അവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ് ആണെങ്കിൽ. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്. ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ, അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മളെ ബേസിലുള്ള ഹോൾസ് എന്ത് ചെയ്യും, ഈ കളക്ടറിലുള്ള ഇലക്ട്രോൺസുമായിട്ട് അട്രാക്റ്റ് ആവും. അപ്പോൾ ഇവിടെയും തന്നെ ഒരു ഫ്ലോനെ നടക്കില്ല, ബേസ് കളക്ടറിൻ്റെ ഇടയിലും ഒരു ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെ ഇടയിൽ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുന്നത്? അത് ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസിലേക്ക് നമ്മൾക്കൊരു കറണ്ട് കൊടുത്താൽ, ഒരു ചെറിയ കറണ്ട് കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിൽ ഒരു സർക്യൂട്ട് ക്ലോസ് ആവുള്ളൂ. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിൽ ഇപ്പോൾ എമിറ്ററിൽ ഫുള്ള് ഇലക്ട്രോൺസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്, കളക്ടറിലാണെങ്കിലും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഈ ബേസാണ് ഈ ഹോളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇവൻ ഒരു കറണ്ടിന് പോയി കഴിഞ്ഞാൽ, ബേസിലേക്ക് ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ, അപ്പോഴാണ് ഇതിലുള്ള ഇലക്ട്രോൺസ് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുള്ളൂ. അങ്ങനെ മൂവ്മെൻറ്റ് മാത്രമല്ല, ആ മൂവ്മെൻറ്റ് എത്രത്തോളം വേണം എന്ന് കൺട്രോൾ ചെയ്യാനും ഈ ബേസിനെ കൊണ്ട് സാധിക്കും. അതായത് ബേസിൽ കൊടുക്കുന്ന കറണ്ട് കുറച്ചുള്ളൂന്നുണ്ടെങ്കിൽ കുറഞ്ഞ കറണ്ടാണ് ഈ എമിറ്റർ കളക്ടറിൻ്റെ ഇടയിൽ നടക്കുകയുള്ളൂ. ഇനി ഇവിടെ കുറേ കറണ്ട് കൊടുത്താൽ ഒരുപാട് കറണ്ട്, അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്തെന്നുള്ളത് കൂടുതലായിട്ട് തന്നെ ഈ എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെ ഇടയിൽ പാസ്സാവും. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇത് ആവശ്യമില്ല, കാരണം നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എല്ലാം നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഓട്ടോമൊബൈലിലാണ്. അപ്പം നമ്മൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ എന്താണ്, ഇത് എങ്ങനെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതിനുള്ള അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലൊരു ഫിഗർ വരയ്ക്കുക, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കണ്ടീഷൻസ് വരയ്ക്കുക, എഴുതുക, വർക്കിംഗ് എഴുതുക. പിന്നെ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഏതാണ്, ഇലക്ട്രോണിക് ഡിവൈസുകളിലും മിക്ക ഇലക്ട്രോണിക് ഡിവൈസുകളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 7 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇതിൻ്റെ PDF ഞാൻ ഇതിൻ്റെ കൂടെ അയക്കാം. അപ്പോൾ ഇതൊന്ന് മുഴുവനായിട്ട് വായിക്കണം കേട്ടോ. ഞാൻ ഈ PDF ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിൻ്റെ പോയിൻറ്റുകൾ എന്താണ്, എങ്ങനെയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനാണ്. കാരണം നമ്മൾ കേട്ടു എന്ന് വിചാരിച്ച് മാത്രം നമ്മുടെ മനസ്സിൽ കയറില്ല. നമ്മൾ അതൊരു പ്രാവശ്യം വായിക്കണം, നിർബന്ധമായിട്ടും 1, 2, 3 തവണ വായിച്ചാൽ മാത്രമാണ് നമുക്കിത് പരീക്ഷയിലേക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അല്ലാതെ വെറുതെ കേട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വരുമ്പോൾ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷേ എഴുതാൻ പറ്റില്ല. അത് ഈ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ്, നമ്മൾ കേട്ട് മാത്രം പഠിച്ചത് കൊണ്ടാണ്. നമ്മൾക്കത് എക്സാമിന് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മളത് വായിച്ച് എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിച്ചാലാണ് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. കേട്ട് പഠിച്ചാൽ അത് നമുക്ക് കേട്ട പരിചയം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ലിഥിയം അയൺ ബാറ്ററി അല്ലെങ്കിൽ LiON ബാറ്ററി. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് എഴുതാനുള്ളൂ. ഓക്കെ, ലിഥിയം അയൺ ബാറ്ററി. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി പറയുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുമെങ്കിലും ഇത് സിമ്പിളാണ്. നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ അത്ര പോലും കോംപ്ലിക്കേഷൻ ഇല്ല എന്നതിൽ ഈ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത്. കാരണം ആ ഫിഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാര്യമായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിലുള്ള കമ്പോണൻറ്റുകൾ എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഇതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ലിഥിയം അയൺ ബാറ്ററി എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കമ്പോണൻറ്റുകൾ പറഞ്ഞാൽ കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ്, സെപ്പറേറ്റർ, കറണ്ട് കളക്ട് ചെയ്യുന്നത്. ഇത്രയും ആളുകളാണ് മെയിനായിട്ടുള്ള അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കണ്ടെയ്നറും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൻ്റെ ഒരു വർക്കിംഗ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയാണ്: കാഥോഡ്, ആനോഡ്, ഇലക്ട്രോലൈറ്റ്, സെപ്പറേറ്റർ, കറണ്ട് കളക്ടർ.
ഓക്കെ, ഇതിൻ്റെ കാഥോഡ് എന്ന് പറയുന്നത്, കാഥോഡാണ് ഇതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ്. കാഥോഡ് ബാറ്ററി, ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റ് എന്നുള്ളത് കാഥോഡാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ലിഥിയം മെറ്റൽ ഓക്സൈഡ് കോമ്പൗണ്ടാണ്. ഇതിലിവിടെ എഴുതിയിട്ടുണ്ട്, എവിടെയാണ്, ലിഥിയം മെറ്റൽ ഓക്സൈഡ് കോമ്പൗണ്ട്. ഓക്കെ, അതായത് ഉദാഹരണത്തിന് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ഒക്കെ പോലെ LiCOO2, ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് പോലെയുള്ള, അല്ലെങ്കിൽ ലിഥിയം നിക്കൽ മാംഗനീസ് കൊബാൾട്ട് ഓക്സൈഡ് NMC. അപ്പോൾ ഈ പേരുകളൊന്നും ഓർത്തില്ലെങ്കിലും ഈ LiCOO2, അതായത് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് അല്ലെങ്കിൽ ലിഥിയം മെറ്റൽ ഓക്സൈഡ് എന്ന് പറയുന്ന ലിഥിയം മെറ്റൽ ഓക്സൈഡ് കോമ്പൗണ്ട്, ഇതുകൊണ്ടാണ് കാഥോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. ഞാൻ ഈ LiCOO2 എന്നുള്ളത് മാത്രം ഞാനൊന്ന് മാർക്ക് ചെയ്യാം. LiCOO2, ഓക്കെ, ലിഥിയം മെറ്റൽ ഓക്സൈഡ് കോമ്പൗണ്ട്. സോ ഇതാണ് കാഥോഡിൽ. കാഥോഡ് എന്ന് പറയുന്നത് ഇതാക്കണം, ഇവിടെ ഇതാ പോസിറ്റീവ്, ഇതാ ലിഥിയം, ആ ഫിഗറിൽ നോക്കി, കൊബാൾട്ട് ഓക്സൈഡ് എന്ന് പറഞ്ഞ് കാഥോഡായിട്ട് നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആനോഡ് എന്ന് പറയുന്നത്, ആനോഡ് എന്നുള്ളത് നമുക്ക് നെഗറ്റീവ് ടെർമിനലാണ്. ഓക്കെ, സാധാരണ നമ്മൾ നോർമലി നമ്മൾ പറയില്ല ആനോഡ് പോസിറ്റീവ് ആണെന്നുള്ളതും കാഥോഡ് നെഗറ്റീവ് ആണെന്നുള്ളതാണ് നമ്മുടെ സർക്യൂട്ടുകളിൽ നമ്മൾ പറയല്. നമ്മൾ ഇതിൽ ഈ ലിഥിയം അയൺസിൻ്റെ മൂവ്മെൻറ്റിനെ എന്താ പറയുക നോക്കിയിട്ടാണ് നമ്മൾ ഈ ആനോഡാണോ കാഥോഡാണോ എന്നുള്ളത് നമ്മൾ ഇതിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനലാണെന്നുണ്ടെങ്കിലും ആനോഡ് എന്നുള്ളത് നെഗറ്റീവ് ടെർമിനലാണെന്നുള്ളതും സൂചിപ്പിക്കാൻ കാരണം. പിന്നെ ആനോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ലിഥിയം ഗ്രാഫൈറ്റ് കോമ്പൗണ്ട് കൊണ്ടാണ്. ലിഥിയം ഗ്രാഫൈറ്റ് കോമ്പൗണ്ട്, അതായത് LiC6 എന്നൊക്കെ പറഞ്ഞിട്ട് ലിഥിയം ഗ്രാഫൈറ്റ് ഇൻ്റർസലേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്ന മെറ്റീരിയൽ, അല്ലെങ്കിൽ ലിഥിയം ഗ്രാഫൈറ്റ് കോമ്പൗണ്ട്. അപ്പോൾ ഈ രണ്ട് പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. എന്താ ചെയ്യണം, ഒന്ന് കാഥോഡിൽ ലിഥിയം മെറ്റൽ ഓക്സൈഡ് കോമ്പൗണ്ട് എന്നുള്ളതും ആനോഡിൽ വരുന്നത് ലിഥിയം ഗ്രാഫൈറ്റ് കോമ്പൗണ്ട് എന്നുള്ളതുമാണ് നമ്മൾ വരുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ലിഥിയം സോൾട്ടാണ്. ലിഥിയം സോൾട്ട് എന്തിൽ, സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത ലിഥിയം സോൾട്ടാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മളിനി പറയുന്നത്. അതിൻ്റെ ഇടയിൽ സെപ്പറേറ്റർ ഉണ്ട് കേട്ടോ, അതവിടെ ഇവിടെ സെപ്പറേറ്ററൊക്കെ ഉണ്ട്. സെപ്പറേറ്റർ നമുക്കറിയാം, ആനോഡും കാഥോഡും തമ്മിൽ പരസ്പരം അതിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നു, വെക്കുന്ന സാധനമാണ് ഈ സെപ്പറേറ്റർ എന്ന് പറയുന്ന ആൾ. പക്ഷേ അതിൻ്റെ ഉള്ളിലൂടെ എന്ത് പാസ് ചെയ്യണം, നമുക്ക് ലിഥിയം അയണുകൾ പാസ് ചെയ്യണം, ലിഥിയം അയൺസ് നമുക്ക് പാസ് ചെയ്യണം. അപ്പോൾ ഇനി ആ ഫിഗർ ഒന്ന് നോക്കിക്കോളൂ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഇത് ബാറ്ററി, രണ്ട് കണ്ടീഷനാണല്ലോ ബാറ്ററിക്കുള്ളത്, ഒന്നെങ്കിൽ ബാറ്ററി ഡിസ്ചാർജ് ആവുക, അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്യാം. ഓക്കെ, വെറുതെ ഇരിക്കുന്നതല്ല ഉദ്ദേശം. അതിന് ബാറ്ററി വർക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ബാറ്ററി നമ്മൾ ഡിസ്ചാർജ് ആവുക എന്ന് പറഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് നമ്മൾ കറണ്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിനെ നമ്മൾ തിരിച്ച് ചാർജ് ചെയ്യണം, ബാറ്ററിയെ ചാർജ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് വർക്കിംഗ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ബാറ്ററിയെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ആനോഡിലുണ്ട്, ഇവിടെ കാഥോഡുണ്ട് അല്ലേ. അപ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോലൈറ്റിലൂടെ ലിഥിയം അയൺസ് മൂവ് ചെയ്യും. ലിഥിയം അയൺസ്, ഈ കാണുന്ന ഇതൊക്കെ ലിഥിയം അയൺസ് ആണ്. ഇത് ബാറ്ററി ഡിസ്ചാർജ് ആകുമ്പോൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് പാസ് ചെയ്യും. ഒന്നുകൂടി പറയാം, ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് എന്ത് പോകും, നമ്മളെ ലിഥിയം അയൺസ് മൂവ് ചെയ്യും. ഈ മൂവ്മെൻ്റാണ് പുറമെയുള്ള സർക്യൂട്ടിൽ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്, ഇപ്പോൾ ഈ കാണുന്ന ലിഥിയം അയൺസ് ആനോഡിൽ നിന്നും കാഥോഡിലേക്കുള്ള മൂവ്മെൻറ്റിൽ അവ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യും. ഈ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസാണ് പുറമെയുള്ള സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അത് എങ്ങനെയാണ് അത് എന്താ പറയുക, അവിടെ ഇലക്ട്രോൺസ് ഫ്രീ ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ കാര്യങ്ങൾ, അത് അത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇത്ര മനസ്സിലാക്കാം, ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് ലിഥിയം അയണുകൾ മൂവ് ചെയ്യുമ്പോൾ, ഇതാണ് ബാറ്ററി മൂവ് ചെയ്യുമ്പോൾ ഈ പുറത്തുള്ള സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ആവുന്നു. ഇങ്ങനെയാണ് ബാറ്ററി ഡിസ്ചാർജ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം എഴുതുന്നു. ഈ ഫിഗർ വരച്ചാൽ കൃത്യമായിട്ട് വരച്ചാൽ നമുക്കത് നോക്കിയിട്ട് തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യുകയാണെങ്കിലോ, ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ കാഥോഡിലേക്ക് എത്തിയിട്ടുള്ള ലിഥിയം അയൺസ് എന്ത് ചെയ്യും,
തിരിച്ച് ആനോഡിലേക്ക് തന്നെ പോകും. അതായത് അപ്പോൾ കാഥോഡിൽ നിന്നും ലിഥിയം അയണുകൾ ആനോഡിലേക്ക് പോകും. ഇത് ഏത് വഴിയാണ് പോകുന്നത്? ഇലക്ട്രോലൈറ്റ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ ആനോഡിലേക്ക് പോകുമ്പോൾ ഈ പോകണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് ചാർജ് എന്ന് പറയുന്നത്. അതായത് ബാറ്ററിയുടെ ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് ഇങ്ങനെ നടക്കുള്ളൂ. അത് ലിഥിയം അയൺസ് ആനോഡിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലിഥിയം അയൺസ് ആനോഡിലേക്ക് പോകാൻ എന്ത് വേണം? അവയ്ക്ക് ബാറ്ററിക്ക് ചാർജ് ചെയ്യണം, ബാറ്ററിയിലേക്ക് കറണ്ട് എത്തണം. തിരിച്ചാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഡിസ്ചാർജ് ആകുമ്പോൾ തിരിച്ചാണ് നടക്കുക. ആനോഡിൽ നിന്ന് കാഥോഡിൽ നിന്നാണ് ഡിസ്ചാർജിൻ്റെ സമയത്ത് നടക്കുക. കാഥോഡിൽ നിന്ന് ലിഥിയം അയൺസ് ആനോഡിലേക്ക് പോകുന്നത് ബാറ്ററി ചാർജിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ച് ചെയ്ത LiCOO2 + 6C ഗിവ്സ് ആൻ എന്ത് ചെയ്യുന്നു, LiC6 + COO2. ഓക്കെ, അത് ചാർജിങ്ങിൻ്റെ സമയത്തും ഡിസ്ചാർജിങ്ങിൻ്റെ സമയത്തും ഉള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് എന്തൊക്കെയാണ്, ഇതിന് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബാറ്ററി ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പറയാം. അതായത് എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സംഭവം ചെറിയ സാധനമാണെന്നുണ്ടെങ്കിലും എനർജി ഡെൻസിറ്റി കൂടുതലാണ്. അതായത് ഒരുപാട് എനർജികൾ സ്റ്റോർ ചെയ്യാൻ അതിനെ കൊണ്ട് സാധിക്കും. പിന്നെ സെൽഫ് ഡിസ്ചാർജ് ഒക്കെ കുറച്ച് കുറവാണ്. കുറേ കാലം ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചിട്ടും അങ്ങനെ പെട്ടെന്ന് സെൽഫ് ഡിസ്ചാർജ് ആവില്ല. അതിൽ ചാർജിന് അത് ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ലൈഫ് സ്പാനൊക്കെ കൂടുതലാണ്. പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്താണ്, മെമ്മറി എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റ് കാര്യങ്ങളെ പോലെ എന്താ പറയുക, ബാറ്ററികൾക്കുള്ള പ്രശ്നം പോലുള്ള മെമ്മറി എഫക്റ്റ് ഇതിലുണ്ടാവില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ എവിടേക്ക് ഉപയോഗിക്കുന്നത്? ഈ ലിഥിയം അയൺ ബാറ്ററി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് നമ്മളെ ഫോണുകളിലുണ്ട്, ലാപ്ടോപ്പുകൾ, ടാബുകൾ, ഡിജിറ്റൽ ക്യാമറാസിൽ, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററിയാണ്. പിന്നെ എന്താണ്, ഈ വെഹിക്കിൾ, ഇലക്ട്രോണിക് വെഹിക്കിളിലൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ലിഥിയം അയൺ ബാറ്ററികളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിലുണ്ട്. പിന്നെ അതേപോലെ സോളാറിലും വിൻഡ് പവറിലൊക്കെ നമുക്ക് അതിൻ്റെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് സമയത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ലിഥിയം അയൺ ബാറ്ററികളാണ്. പിന്നെ ഓരോ പവർ ടൂൾസ് ഉണ്ടല്ലോ, ഡ്രിൽസ്, സോസ്, ഇമ്പാക്ട് ഡ്രൈവേഴ്സ്, അങ്ങനെയുള്ള ടൂൾസിലൊക്കെ ഉപയോഗിക്കുന്നതും ലിഥിയം അയൺ ബാറ്ററികളാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണ്? ഇതിൻ്റെ പ്രശ്നങ്ങൾ, നമുക്ക് ഗുണങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ദോഷങ്ങളും പറഞ്ഞല്ലോ. ഇതിൻ്റെ കുറച്ച് എന്താ പറയുക, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡീമെറിറ്റ് എന്ന് പറയുന്ന ഒന്ന് വില തന്നെയാണ്. സാധാ ലെഡ് ആസിഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അതേ പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിഥിയം അയൺ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് കോസ്റ്റ് കൂടുതലാണ്. പിന്നെ ഈ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. ലിഥിയം അയൺ ബാറ്ററി എന്ന് പറയുന്നത് പെട്ടെന്ന് തീ പിടിക്കാനും ഡാമേജ് ആവാനും ഓവർ ഹീറ്റ് ആവാനൊക്കെ ഉള്ള കാര്യങ്ങൾ, ഓവർ ഹീറ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ് ലിഥിയം അയൺ ബാറ്ററികളിൽ നിന്നുള്ളത്. പിന്നെ തെർമൽ റൺഅവേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ലിഥിയം അയൺ ബാറ്ററികളിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് തെർമൽ റൺഅവേസ് ഉണ്ടാവുന്നുണ്ട്. തെർമൽ റൺഅവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് എന്താ പറയുക, തീ പിടിക്കാനുള്ള ഒരു പ്രവണതയാണ് തെർമൽ റൺഅവേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യും, 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ്. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് ദി ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ ഓഫ് ആൻ ഓൾട്ടർനേറ്റർ എന്ന്. അപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ ഈ ഒരു ഇതിൽ നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്ന ഒരു ഫിഗർ നിങ്ങൾക്ക് വരക്കാം, അതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ മൊത്തം എല്ലാ എക്യുപ്മെൻറ്റ്സിനെയും കാണിച്ചുകൊണ്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് വരക്കുന്നതിന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു 3D എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ എല്ലാ പാർട്സുകളും ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നത് ഇപ്പോൾ ഈ കാണിച്ച ഫിഗറാണ്. നമുക്കിതിൻ്റെ പാർട്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ഭാഗത്ത് പുള്ളിക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിന് കമ്പോണൻസ് ചെയ്യുമ്പോൾ നമുക്കത് ഓർത്ത് വെക്കണം കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. പുള്ളി എന്ന് പറയുന്നതിലേക്കാണ് എൻജിനിൽ നിന്ന് ഡ്രൈവ് എത്തുന്നത്. അപ്പോൾ അതിന് മുന്നേ ഈ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്ന സാധനം എന്തിനാണ്? ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി കിട്ടേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഓൾട്ടർനേറ്റർ. ആ ഡിവൈസാണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ ഓട്ടോമോട്ടീവ്സിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കുന്ന സംഭവമാണ് ഓൾട്ടർനേറ്റർ. കാരണം ഓൾട്ടർനേറ്ററിൽ നിന്നാണ് കറണ്ട് എടുത്തിട്ട് ബാറ്ററിയെ ചാർജ് ചെയ്യാനും മറ്റുള്ളതൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ എൻജിനിൽ നിന്നാണ് ഓൾട്ടർനേറ്റർ കറങ്ങാൻ ആവശ്യമായിട്ടുള്ള പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചോദിച്ചു AC ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് മുമ്പൊരു ചോദ്യത്തിൽ പറഞ്ഞിരുന്നു അല്ലേ, ഫാരഡേസ് പ്രിൻസിപ്പിൾ ഓർക്കുന്നുണ്ടല്ലോ.
ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു കണ്ടക്ടർ കട്ട് ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. അതാണ് ഫാരഡേസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് എ സി ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഓൾട്ടർനേറ്ററിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ കൺസ്ട്രക്ഷൻ ഭാഗങ്ങളായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത് എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പുള്ളിയിലേക്കാണ് നമ്മൾ എഞ്ചിനിൽ നിന്ന് പവർ കൊടുക്കുന്നത്. പിന്നീടുള്ളത് ഫ്രണ്ട് ബ്രാക്കറ്റ്. ഫ്രണ്ട് ബ്രാക്കറ്റ് എന്നുള്ള ഫ്രണ്ട് കവറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഫ്രണ്ട് ബ്രാക്കറ്റിലൂടെയാണ്. പിന്നെയുള്ള ഭാഗമാണ് റോട്ടർ. അപ്പോൾ ഈ റോട്ടർ ഇതൊക്കെ പറഞ്ഞാൽ ഒറ്റ ഷാഫ്റ്റിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോട്ടറിൽ പറഞ്ഞാൽ വൈൻഡിങ്സ് ഉണ്ട്. റോട്ടറിൽ എന്ത് ചെയ്യുന്നു, കറങ്ങുന്ന ആളാണ് റോട്ടർ. അപ്പോൾ എഞ്ചിനിൽ നിന്നുള്ള കറക്കം നേരെ കറങ്ങുന്നത് റോട്ടറാണ്. സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈൻഡിങ്സ് തന്നെയാണ്, റോട്ടറിന് ചുറ്റും വെച്ചിട്ടുണ്ട്. ഇത് കറങ്ങൂല, ഇതവിടെ സ്റ്റേഷനറി ആയിട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റാണ്. അതായത് നമുക്കറിയാം ഒരു മാഗ്നറ്റ് കണ്ടക്ടറിനെ കട്ട് ചെയ്യണമല്ലോ കറണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ പെർമനൻറ്റ് മാഗ്നറ്റ് അല്ല. പെർമനൻറ്റ് മാഗ്നറ്റ് വരുമ്പോൾ നോർത്തും സൗത്തും ഉള്ള നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാന്തം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിക്കുന്ന സാധനമല്ലേ, അതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്. അതിവിടെ ഉപയോഗിച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പവർ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റോട്ടറിലും സ്റ്റേറ്ററിലും എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റാണ്. അതായത് നമ്മൾ കറണ്ട് കൊടുത്തിട്ടാണ് ഓൾറെഡി അതിൻ്റെ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ റോട്ടറിലേക്കും ചെറിയൊരു കറണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വൈൻഡിങ്സിൽ റോട്ടറിന് ചുറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്ററിലുള്ള വൈൻഡിങ്ങിനെ കട്ട് ചെയ്യുമ്പോൾ സ്റ്റേറ്ററിൽ നിന്നാണ് എ സി കറണ്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റർ എന്ന് പറയുന്നതിലും വൈൻഡിങ്സ് ഉണ്ട്. സ്റ്റേറ്ററിലാണ് നമ്മൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേറ്ററിലാണ്. പിന്നെ റിയർ ബ്രാക്കറ്റിലാണ് ബാക്കിലുള്ള കേസാണ്. അതിനാണ് റെക്ടിഫയർ എന്ന് പറയുന്ന ആൾ വരുന്നത്. റെക്ടിഫയർ ആണ് ഈ എ സി കറണ്ടിനെ ഡി സി ആക്കി പുറത്തേക്ക് വിടുന്നത്. എന്ത് ചെയ്യുന്നത്, റെക്ടിഫയർ ആണ്. പിന്നെ ബ്രഷ് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ആ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ബ്രഷിൻ്റെ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ബ്രഷ് ഹോൾഡേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇത്രയാണ്. എന്തൊക്കെയാണ്, പുള്ളിയുണ്ട്, ഫ്രണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, റോട്ടർ ഉണ്ട്, സ്റ്റേറ്റർ ഉണ്ട്, റിയർ ബ്രാക്കറ്റ്, അതിൽ പുറമേ ആണെങ്കിൽ റെക്ടിഫയറും ബ്രഷ് ഹോൾഡേഴ്സും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഫിഗർ വരക്കാൻ ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു ഫിഗർ വരക്കാം. ഇതാണ് സ്റ്റേറ്ററും റോട്ടറും സ്റ്റേറ്ററും. ഓക്കെ, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫിഗർ നമുക്ക് എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. ഈ വലതുഭാഗത്ത് കാണുന്ന ഫിഗർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, കറങ്ങൂല. റോട്ടറാണ് റൊട്ടേറ്റിംഗ് പാർട്ട്, അതായത് കറങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് റോട്ടറാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി റോട്ടർ എന്ന് പറയുന്നത്, റോട്ടറിൻ്റെ ഉള്ളിലും എന്തുണ്ട്, ഒരു വൈൻഡിങ്സ് ഉണ്ട്. ഓക്കെ, ഒരു വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ വൈൻഡിങ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഫീൽഡിനെ ആ കോയിലിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി റോട്ടറിലേക്ക് ഒരു ചെറിയ കറണ്ട് ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. കാരണം ആ കറണ്ട് കൊടുക്കുമ്പോഴാണ് റോട്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. കാരണം ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നത് ബ്രഷ് വഴിയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, ബ്രഷ് വഴി സ്ലിപ്പറിങ്ങും ബ്രഷും വഴി എന്ത് ചെയ്യുന്നു, റോട്ടറിലേക്ക് ഒരു ചെറിയ കറണ്ട് കൊടുക്കുന്നു. അപ്പോൾ റോട്ടറിൽ ആ ഫീൽഡിന് ചുറ്റും എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റേറ്ററിൻ്റെ വൈൻഡിങ്സിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ റോട്ടറിലേക്ക് കുറച്ച് കറണ്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടാവണം. അല്ലാതെ റോട്ടറിന് വെറും ഇതല്ല, ഇത് പെർമനൻറ്റ് മാഗ്നറ്റ് അല്ല, ഇലക്ട്രോ മാഗ്നറ്റാണ് റോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് സ്റ്റേറ്റർ എന്നുള്ളത് ഒരു ഓൾട്ടർനേറ്ററിലെ സ്റ്റേഷനറി പാർട്ടാണ്. അതായത് ഇത് അനങ്ങൂല, കറങ്ങൂല, അത് സ്റ്റേഷനറിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു കോപ്പർ വൈൻഡിങ്സ് ഉണ്ട്. അതിന് ചുറ്റും അതിൻ്റെ ഉള്ളിലായിട്ട് ഫുൾ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പർ വൈൻഡിങ്സ് ഉണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാമിനേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ലാമിനേറ്റഡ് സ്റ്റീൽ കോറിലാണ് ഇത് നമ്മൾ എംബഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ കണക്ഷൻ നേരെ പോകുന്നവർക്കാണ്, സ്റ്റേറ്ററിൽ നിന്ന് നേരിട്ട് പോകുന്നത് നേരെ റെക്ടിഫയറിലേക്കാണ്. അവിടെ ഇരിക്കുന്നത്, ഇത് നേരെ റെക്ടിഫയറിലാണ്. അപ്പോൾ സ്റ്റേറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് എ സി കറണ്ടാണ്. റെക്ടിഫയർ അതെന്ത് ചെയ്യുന്നു, അതിനെ എ സിനെ ഡി സി ആക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നീട് ഉള്ള കമ്പോണൻ്റ് ആണ് ബെയറിങ്സ് ഉണ്ട്. ബെയറിങ്സ് പറയുമ്പോൾ ഈ ഷാഫ്റ്റിനെ, പുള്ളിയും റോട്ടറും എല്ലാം പാടുള്ള ഈ ഷാഫ്റ്റിന് കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷനിൽ വെക്കുന്നത് ആൾ ബെയറിംഗ് ആണ്. ഫാൻ ഉണ്ട്. ഫാൻ എന്നാൽ ഇപ്പോൾ ഈ റോട്ടറും സ്റ്റേറ്ററൊക്കെ ഇതിനുള്ളിൽ കറണ്ട് പോവുകയും ഇലക്ട്രോമാഗ്നറ്റിക് കട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട്, ഹീറ്റ്, ചൂടും ഉണ്ടാവും. അപ്പോൾ ഈ ചൂടിനെയൊക്കെ എന്ത് ചെയ്യുന്നത്,
കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാനാണ് കൂളിംഗ് ഫാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതും അതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാവും. ദെൻ റെഗുലേറ്ററാണ് ഈ ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് റെഗുലേറ്റർ. അതായത് ഈ ഓൾട്ടർനേറ്ററിൽ എൻജിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഇതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് കൂടുതലാണെങ്കിൽ വരുന്ന ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വോൾട്ടേജും കൂടുതലായിരിക്കും. എൻജിൻ്റെ വോൾട്ടേജ് കുറയുമ്പോൾ വോൾട്ടേജും കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് പുറത്ത് കിട്ടാൻ പാടില്ല. പുറത്ത് കൃത്യമായിട്ടുള്ള ഒരേ വോൾട്ടേജിൽ കിട്ടണം. അപ്പോൾ അതിനാണ് റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. റെഗുലേറ്ററിൻ്റെ ഉള്ളിൽ ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് ഓവറായിട്ട് വരുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് മാത്രം പുറത്തേക്ക് വിടുള്ളൂ, ബാക്കിയുള്ളത് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ നിശ്ചിത വോൾട്ടേജിലും കുറഞ്ഞ് മാത്രം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്ററിൽ നേരത്തെ സ്റ്റോർ ചെയ്ത കറണ്ട് സർക്യൂട്ടിലേക്ക് കടത്തിവിടും. അപ്പോൾ ഒരേപോലെയുള്ള കറണ്ട് ഔട്ട്പുട്ടിൽ കിട്ടാൻ നമ്മുടെ റെഗുലേറ്റർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യുന്നു, റോട്ടർ കറങ്ങുന്നത് നമ്മുടെ എൻജിനിൽ നിന്ന് പവർ ഉപയോഗിച്ചിട്ടുള്ള എൻജിനിൽ നിന്ന് പുള്ളി ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ ഈ റോട്ടർ കറങ്ങുന്നത്. അങ്ങനെ റോട്ടർ കറങ്ങുമ്പോൾ അതിനുള്ള മാഗ്നറ്റിക് ഫീൽഡും കറങ്ങും. അതായത് ഇതിൻ്റെ വർക്കിങ്ങാണ് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, റോട്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേറ്ററിലുള്ള വൈൻഡിങ്ങിനെ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റേറ്ററിൽ ഒരു AC കറണ്ട് ഉണ്ടാകും. ആ കറണ്ട് റെക്ടിഫയർ വഴി റെഗുലേറ്റർ വഴി പുറത്തേക്ക് എടുക്കും. ഓക്കെയാണ്. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പവർ പ്ലാന്റുകൾ, ഡീസൽ പവർ പ്ലാന്റുകളിൽ, അതേപോലെ ബാറ്ററീനെ ചാർജ് ചെയ്യേണ്ട പർപ്പസുകൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ സാധനം ഓൾട്ടർനേറ്റ് നമ്മൾ ഉപയോഗിക്കും. വാഹനങ്ങളിൽ, സൈക്കിളുകളിൽ, സ്കൂട്ടറുകളിൽ, കാറുകളിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 5ാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് ബെൻഡിക്സ് ഡ്രൈവ് മെക്കാനിസം വിത്ത് സ്കെച്ച്. ബെൻഡിക്സ് ഡ്രൈവ് മെക്കാനിസം വിത്ത് സ്കെച്ചിൻ്റെ, അതായത് ബെൻഡിക്സ് ഡ്രൈവ് എന്ന് പറയുന്ന എന്താണ് ഡിവൈസ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ചിത്രസഹിതം എഴുതാനാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ബെൻഡിക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ പാർട്സുകൾ അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് പറയാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, കാരണം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ബെൻഡിക്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിംഗ് മോട്ടറാണ്, പഴയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഡക്ഷൻ ഗിയേഴ്സ് ഉണ്ട്. റിഡക്ഷൻ ഗിയർ പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്യാണ്, ഷാഫ്റ്റിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ബെൻഡിക്സ് ഡ്രൈവ് പിനിയനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ എത്തുന്നത് ഈ റിഡക്ഷൻ ഗിയറിലൂടെയാണ്. ഓക്കെ, പിന്നെ ബെൻഡിക്സ് ഡ്രൈവ് സ്പ്രിങ് ഉണ്ട്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ബെൻഡിക്സ് ഡ്രൈവ് പിനിയൻ എന്ന് പറയുന്നത്, പിനിയൻ ഗിയർ. ഈ പിനിയൻ ഗിയറാണ് നമ്മുടെ ഫ്ലൈ വീലിൻ്റെ ഗിയേഴ്സിനെ കറക്കുന്ന അല്ലെങ്കിൽ ആ ടീത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് പിനിയൻ ഗിയറാണ്, പിനിയനാണ്. പിന്നെ അടുത്തത് പിനിയൻ സ്റ്റോപ്പ് ഉണ്ട്, ബ്രഷ് ബെയറിങ്സ് ഉണ്ട്, ഡ്രൈവ് ആൻഡ് ഹൗസിങ്സ്. അപ്പോൾ ഈ ഇതിൻ്റെ കേസിനാണ് നമ്മൾ ഈ ഹൗസിംഗ് എന്ന് പറയുന്നത്. കേസിനാണ് ഹൗസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു മിനിറ്റ്. ഓക്കെ, ശരി. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിഡക്ഷൻ ഗിയറിലൂടെ എന്ത് ചെയ്യുന്നു, പവറിൽ ഇങ്ങോട്ട് എത്താണ്. ഇത് പവർ എത്തുന്ന സമയത്ത് ഈ ബെൻഡിക്സ് ഡ്രൈവ് പിനിയൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ബെൻഡിക്സ് ഡ്രൈവ് പിനിയൻ എന്ന് പറയുന്ന ഈ ചെറിയ ഗിയർ, ഇതിൽ ഒരു ചെറിയൊരു വെയിറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിൽ ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ നമുക്കറിയാം ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇതിൽ ഫ്രീ ആയിട്ട് ഒരു പിനിയൻ കിടക്കുന്നു. അപ്പോൾ ഈ പിനിയൻ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുറച്ച് വലത്തേക്ക് മൂവ് ചെയ്യും. ഇതിങ്ങനെ വലത്തേക്ക് ഇങ്ങനെ പോകും. കാരണം ഇത് ഈ ഷാഫ്റ്റ് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ കിടക്കുന്ന ഈ പിനിയൻ നേരെ പോകും. അപ്പോൾ ഇത് പോയിട്ട് ഈ ലാസ്റ്റ് കാണുന്ന പിനിയൻ സ്റ്റോപ്പ് എന്ന് കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ വരെ ഇത് മൂവ് ചെയ്യും. അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യാൻ സ്ഥലമല്ല. പിന്നെ എന്താ സംഭവിക്കുക, ഈ കറങ്ങുന്ന പിന്നെയാണ് ഇത് ഈ ഷാഫ്റ്റ് കറങ്ങുന്ന അതേപോലെ തന്നെ അതേ സ്പീഡിൽ അതേ ടോർക്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പിനിയൻ ഗിയർ കറങ്ങും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്ലൈ വീൽ വെച്ചിട്ടുണ്ടാവുക. ഈ ഭാഗത്ത് ഫ്ലൈ വീൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നീങ്ങുമ്പോൾ ഫ്ലൈ വീലുമായിട്ട് എന്ത് ചെയ്യും, എൻഗേജ് ആവും. ഫ്ലൈ വീലിൻ്റെ ടീത്തുമായിട്ട് എൻഗേജ് ആക്കിയിട്ട് നമ്മൾ എൻജിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഫ്ലൈ വീല് ഈ പിനിയനെ തിരിച്ച് കറക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിലേക്കുള്ള കണക്ഷൻ നമ്മളപ്പോൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പിന്നെ സ്റ്റാർട്ടിംഗ് മോട്ടർ പിന്നെ നമ്മൾ ഓൺ ആക്കിക്കൂലല്ലോ. അപ്പോൾ റിഡക്ഷൻ ഗിയറിൽ നിന്ന് പവർ ഇങ്ങോട്ട് വരില്ല.
അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ വീൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലൈ വീൽ കൗണ്ടിൽ കറങ്ങുമ്പോൾ ഈ പിനിയൻ എന്ത് ചെയ്യും, തിരിച്ച് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. ഓക്കെ, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബെൻഡിക്സ് ഡ്രൈവ് സ്പ്രിംഗ് ഒക്കെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പാർട്സുകൾ എന്താണ്, ഇത് പിനിയൻ ഗിയർ എന്താണ്, അതേപോലെ സ്ലീവ്, കാരണം ഇത് പിന്നെ സോളിനോയിഡ് പറയുന്നത് നമ്മൾ പിനിയൻ ഗിയറിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. മിക്ക ബെൻഡിക്സ് ഡ്രൈവുകളിലും സോളിനോയിഡ് കാണാറില്ല. ഓക്കെ, ചിലതിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് എഴുതുന്നു. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, റിഡക്ഷൻ ഗിയറിന് പവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ കറക്കുമ്പോൾ, ഷാഫ്റ്റിനെ കറക്കുമ്പോൾ ബെൻഡിക്സ് ഡ്രൈവ് പിനിയൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ പിനിയൻ സ്റ്റോപ്പിൽ നിന്നിട്ട് ആ സമയമാകുമ്പോഴത്തേന് ഫ്ലൈ വീലുമായിട്ട് കണക്ട് ചെയ്യും, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് പറയുമ്പോൾ കുറച്ചാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതുന്ന സമയത്ത് അതിൻ്റെ പോയിൻ്റ് ഓരോരോ പോയിൻറ്റുകളെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഓക്കെ, ശരി. ഞാൻ ഇതിൻ്റെ PDF ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അയക്കാട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 6ാമത്തെ ചോദ്യമാണ്, സമ്മറൈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഓട്ടോമോട്ടീവ് സ്റ്റാർട്ടിംഗ് മോട്ടർ. ഒരു ഓട്ടോമോട്ടീവ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എഴുതാൻ എളുപ്പമാണ് ഈ സംഭവം. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നെങ്കിലും ഇത് ഇത്രയും എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലൈൻ ഡയഗ്രമോ മറ്റു കാര്യങ്ങളോ നിങ്ങൾക്ക് വരക്കാവുന്നതാണ്, അതിൽ തെറ്റില്ല. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഈ കാണുന്ന ഞാൻ റൗണ്ടിലിട്ട ആളാണ് സോളിനോയിഡ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, സോളിനോയിഡാണ് ഇവനെ നമ്മുടെ പിനിയൻ ഗിയറിനെ എൻഗേജ് ചെയ്യിക്കുന്ന ആൾ ഈ പറഞ്ഞ സോളിനോയിഡാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് ഈ നടുവിൽ കാണുന്ന ഈ ഭാഗമാണ് ആർമേച്ചർ. ഓക്കെ, ആർമേച്ചർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു വൈൻഡിങ്സ് ആണ്. ഓക്കെ, കോപ്പർ വയേഴ്സൊക്കെ വെച്ചുള്ള വൈൻഡിങ്സ്. അപ്പോൾ ആർമേച്ചർ ഉണ്ട്, പിന്നെ അതേപോലെ ഫീൽഡ് കോയിൽസ്, ഇവിടെ ഫീൽഡ് കോയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ആർമേച്ചറും ഫീൽഡ് കോയിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറയുന്നത്. അതായത് 2 ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ കറണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഓൾട്ടർനേറ്ററിൻ്റെ പരിപാടി. ഇതെങ്ങനെ വെച്ചാൽ ഇത് 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു റൊട്ടേഷണൽ എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് മെക്കാനിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് അത് സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഫീൽഡ് കോയിലിൽ ഇവിടെ എന്തുണ്ടാവും, നമ്മുടെ കറണ്ട് ചെറുതായിട്ട് പാസ് ചെയ്തിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആർമേച്ചറിലും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ 2 മാഗ്നറ്റിക് ഫീൽഡും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇത് കറക്കം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണിത് എന്താ പറയുക വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മളിനി പറയുന്നത്. അതിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ കമ്പോണൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, സോളിനോയിഡ്, ബ്രഷ്, പ്ലഞ്ചർ, ലിവർ ഫോക്ക്, പിനിയൻ, ഫീൽഡ് കോയിൽസ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ടില്ലെങ്കിലും ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, പിന്നെ സോളിനോയിഡ്, ബ്രഷ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പിനിയൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ബാക്കിയുള്ള പിന്നെ നമുക്ക് ഇതിൽ കൂടെ എഴുതുമ്പോൾ അത് നമ്മൾ മനസ്സിലാവുന്നു, ബേജാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, അതായത് എന്താണ് ഇതിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഫസ്റ്റ് സാധനം പറയാം, കേസിങ്. ഓക്കെ, കേസിങ്ങിനെ കുറിച്ച് പറയാം. കേസിങ് കാരണം എന്താണ്, ഈ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഭാഗമാണ് കേസിങ് എന്ന് പറയുന്നത്, അല്ലേ. അത് ഒന്നുകിൽ കാസ്റ്റ് അയൺ കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം ഒക്കെ കൊണ്ടായിരിക്കും കേസിങ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതാ ഈ കേസിങ് ആണ് ഈ കാണുന്നത്. ഇതാണ് ഏറ്റവും പുറമേ ഉള്ള ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചറാണ് ഈ ഉള്ളിൽ കാണുന്ന ഭാഗം. ഇവനാണ് ഇതിനുള്ളിലുള്ള റൊട്ടേറ്റിംഗ് പാർട്ട്. സ്റ്റാർട്ടർ മോട്ടറിലുള്ള റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ആർമേച്ചറാണ്. ഇതുണ്ടാക്കിയിട്ടുള്ളത് കോപ്പർ വയർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കോപ്പർ വയർ നമ്മളെ സ്റ്റീൽ കോർസിന് ചുറ്റി വെച്ചിട്ടുള്ള കോപ്പർ വയേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവ് മെക്കാനിസത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവനാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ പിനിയൻ ഗിയറിനെ ഫ്ലൈ വീലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കറക്കാനുള്ള ഇതിലേക്ക് പവർ എത്തിക്കുന്നത് ആർമേച്ചറാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മുടെ ഇതിലെ ഒരു ഭാഗത്ത്, അതായത് ഇതിലേക്ക് കറണ്ട് കൊടുക്കുന്ന ആളാണ് കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ. അവിടെ അതിൽ ബ്രഷുകൾ ഉണ്ടാവും, അതിൻ്റെ വയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ
അപ്പോൾ ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് കറണ്ട് കൊടുക്കണമല്ലോ. ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് കറണ്ട് കൊടുത്താലാണ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആവുള്ളൂ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡായിട്ട് കൊടുക്കുന്ന ഈ കറണ്ട് കൊടുക്കുന്നത് നമ്മുടെ കമ്മ്യൂട്ടേറ്ററിലൂടെയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഫീൽഡ് വൈൻഡിങ്സ്. ഓക്കെ, ഫീൽഡ് വൈൻഡിങ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി പാർട്ടാണ്. ഇത് ഏറ്റവും പുറമെ, കേസിൻ്റെ പുറമെ ആയിട്ട് നമുക്കുണ്ടാവും ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ കോപ്പർ വയർ ചുറ്റിക്കുകയാണ്. അപ്പോൾ ഈ കോപ്പർ വയറിന് ചുറ്റുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ ആർമേച്ചറിലുള്ള മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെ എന്താ പറയുക, രണ്ടും തമ്മിൽ ഉണ്ടാകുമ്പോഴാണ്, ഓപ്പോസ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു മൂവ്മെൻറ്റ്, റൊട്ടേഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നത്, സ്റ്റാർട്ടർ മോട്ടറിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് ബ്രഷ്. ബ്രഷ് നമ്മൾ കമ്മ്യൂട്ടേറ്ററിൽ കറണ്ട് കൊടുക്കുന്ന ആളുണ്ടല്ലോ, അതാണ് ബ്രഷ്. അപ്പോൾ ബ്രഷ് ഉണ്ടാക്കിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ കാർബണോ ആണ്. ഇത് രണ്ടും നല്ല കണ്ടക്ടറാണ്. അപ്പോൾ ഗ്രാഫൈറ്റും കാർബണിലും ഈ പറ്റില്ല, ഗ്രാഫൈറ്റോ അല്ലെങ്കിൽ കാർബണോ ഉണ്ടാക്കിയിട്ടുള്ള ബ്രഷ് വഴിയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്ററിലേക്ക് ഇതെത്തുന്നത്, ഇലക്ട്രിക് കറണ്ട് എത്തുന്നത്. അടുത്തതാണ് പിനിയൻ ഗിയർ. പിനിയൻ ഗിയർ ആർമേച്ചർ ഷാഫ്റ്റിൻ്റെ ഏറ്റവും തലക്കെയാണ് നമ്മൾ പിനിയൻ ഗിയർ നമ്മൾ വെക്കുന്നത്, ആർമേച്ചറിൻ്റെ ഏറ്റവും തലക്കെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ്, മെയിൻ അല്ല, ആകെ ഒരേ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ. ഈ ആർമേച്ചർ ഗിയറാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്ലൈവീലുമായിട്ട് കറക്കം കണക്ട് ചെയ്യുന്നത്, ഫ്ലൈവീലിൻ്റെ ടീത്തുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ കറക്കുന്ന ആൾ പിനിയൻ ഗിയറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉള്ളത്. പിന്നെ ഡ്രൈവ് മെക്കാനിസം ഉണ്ട്, നമ്മുടെ സോളിനോയിഡ് കാര്യങ്ങളായിട്ടുള്ള ഡ്രൈവ് മെക്കാനിസം. അപ്പോൾ ഇത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, കറണ്ട് ഇതിലേക്ക് പോകുമ്പോൾ ബാറ്ററി ടെർമിനലിൽ നിന്ന് നമ്മൾക്ക് ഇതിലേക്ക് കറണ്ട് എത്തുന്ന സമയത്ത് ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലഞ്ചർ എന്ത് ചെയ്തു, ബാക്കിലേക്ക് വലിക്കുന്നു. ഇവിടെയും ചെറിയൊരു വൈൻഡിങ്സ് ഉണ്ട് കേട്ടോ, സോളിനോയിഡിൻ്റെ അവിടെയും ചെറിയൊരു വൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്ലഞ്ചറിനെ വലിക്കുന്ന സമയത്ത് ഈ പിനിയൻ ഗിയറിനെ പുറത്തേക്ക് തള്ളാണ്. പ്ലഞ്ചർ ഇടത്തേക്ക് വലിക്കുമ്പോൾ പിനിയനെ പുറത്തേക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇത് ഫ്ലൈ വീലുമായിട്ട് എൻഗേജ് ആവും. പക്ഷേ അതിന് മുന്നേ തന്നെ എന്തുണ്ടാവും, കറണ്ട് ഇതിലൂടെ കണക്റ്റായി തിരിച്ചു വന്ന് നമ്മുടെ എന്തിലേക്ക് എത്തിയിട്ടുണ്ടാവും, കമ്മ്യൂട്ടേറ്റർ വഴി ആർമേച്ചറിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇത് കറങ്ങി തുടങ്ങും, ആർമേച്ചർ കറങ്ങി തുടങ്ങും. ഇത് കറങ്ങി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ കാണുന്ന പ്ലഞ്ചർ മൂവ് ചെയ്യുന്നതും പിനിയൻ ഗിയറിനെ എൻഗേജ് ചെയ്യിക്കുന്നതും. അങ്ങനെ ഫ്ലൈ വീൽ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതും ഈ സമയത്താണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത്രയും അതിൻ്റെ ഫിഗർ വരച്ചിട്ട് ഇത്രയും അതിൻ്റെ കമ്പോണൻസ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് പറഞ്ഞാൽ തന്നെ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ലാബുകളിലും മറ്റുള്ളതൊക്കെ ആയിട്ട് IC-യുടെ വിഷയങ്ങളിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്താണ്. നമുക്ക് അതിൻ്റെ ഫിഗർ മാത്രം വരച്ച് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഓരോ കമ്പോണൻസിനെ കുറിച്ച് എഴുതിയാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്താണെന്നുള്ളത് മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ എഴുതുക. ടെർമിനലുണ്ട്, സ്പ്രിങ് ഉണ്ട്, ഗ്യാസ്കറ്റ്, ഇൻസുലേറ്റർ ടിപ്പ്, ഗ്രൗണ്ട് ഇലക്ട്രോഡ്, ഇതിനിടയിൽ ചെറിയ ഗ്യാപ്പ്, ഓക്കെ ഗ്യാപ്പ് ഉണ്ട്, സെൻട്രൽ ഇലക്ട്രോഡ് ഉണ്ട്, ഇൻസുലേറ്റർ ഉണ്ട്, റിബുകൾ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് അതിൻ്റെ പാർട്സുകൾ ഈ ഫിഗർ വരയ്ക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്. നമ്മൾ ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കമ്പോണൻസ് ആദ്യം എഴുതുക. 7 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോ പാർട്സുകളും നമുക്ക് പറയാം. ആദ്യമായിട്ട് അതിൻ്റെ ഷെല്ല്. ഓക്കെ, ഷെല്ല് എന്ന് പറയുന്നത് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു മെറ്റൽ കേസിംഗ് ആണ്. ഈ ഷെല്ലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, എഞ്ചിൻ്റെ സിലിണ്ടറിലേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ത്രെഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അത് മെയിനായിട്ട് ഉണ്ടാക്കിയുള്ള കോപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നിക്കൽ അലോയ്സ് കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത് ഉണ്ടാക്കിയില്ല. അപ്പോൾ സിലിണ്ടർ ഹെഡിലേക്ക് ഇറക്കി വെക്കുന്ന ആൾ ഈ കാണിച്ച ഷെല്ലാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ത്രെഡുള്ള, ഇതാണ് ഷെല്ലെന്ന് പറയുന്നത്. ഈ ഫിഗർ കാണുന്നുണ്ടല്ലോ അല്ലേ. കാണുന്നില്ല. അപ്പോൾ ഷെല്ലായി. ഇനി അടുത്തത് ഇൻസുലേറ്റർ എന്നാണ്. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഇതിൻ്റെ സെറാമിക് ഇൻസുലേറ്റർ ഇത് അവിടെ എഴുതിയിരുന്നു. സെറാമിക് ഇൻസുലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഇലക്ട്രോഡ്സുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലോ, ഈ
സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പുറത്തുള്ള കേസിങ്ങിനെയാണ് ഈ പറഞ്ഞ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും എന്താ പറയുക ഹൈ ടെമ്പറേച്ചർ പ്രൊക്ലൈൻ വെച്ചിട്ടാണ് ഈ സാധനമൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ എന്താ പറയുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അതായത് ഈ സാധനം ഇൻസുലേറ്റർ എന്നുള്ള പർപ്പസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ ടെർമിനലിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ഇലക്ട്രോഡ് വരെയുള്ള പോകുന്ന ആ ഒരു കറണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് കാര്യങ്ങളെത്താതെ അതിനെ ഇൻസുലേറ്റ് ചെയ്യുക. ഈ കാണുന്ന ഭാഗങ്ങൾ ഇതാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ വരെ ഉണ്ടാവും. അപ്പോൾ സ്പാർക്ക് പ്ലഗിനെ ഇലക്ട്രോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതിനെ ഇൻസുലേറ്റ് ചെയ്യിക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ഭാഗമാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സെൻട്രൽ ഇലക്ട്രോഡ്. ഇതിന് 2 ഇലക്ട്രോഡ് ഉണ്ടാവും, ഒന്ന് ഗ്രൗണ്ട് ഇലക്ട്രോഡും ഒന്ന് സെൻട്രൽ ഇലക്ട്രോഡും. എന്താ സെൻട്രൽ ഇലക്ട്രോഡ്, ഈ കാണുന്ന സെൻട്രൽ ഇലക്ട്രോഡ് മുകൾക്ക് വരുന്ന ഭാഗം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെൻട്രൽ ഇലക്ട്രോഡ് കേട്ടോ. സെൻട്രൽ ഇലക്ട്രോഡ് എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അത് നല്ല കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കില്ല. അതായത് ഈ കോപ്പർ അല്ലെങ്കിൽ പ്ലാറ്റിനൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റൽ കൊണ്ട്. കാരണം ഇവിടെ നിന്ന് നമുക്കൊരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അത്രയും നല്ല കണ്ടക്ടിവിറ്റിയും വേണം, നല്ല ഡ്യൂറബിലിറ്റിയും അതിന് നമുക്ക് വേണം. അടുത്ത സ്പാർക്ക് ഗ്യാപ്പ്. സ്പാർക്ക് ഗ്യാപ്പിലാണ് ഈ പറഞ്ഞ സ്പാർക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പാർക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് സെൻട്രൽ ഇലക്ട്രോഡിൻ്റെയും ഗ്രൗണ്ട് ഇലക്ട്രോഡിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു സ്പേസില്ലേ, ആ സ്പേസിനെയാണ് നമ്മൾ സ്പാർക്ക് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ വർക്കിങ്ങിന് ആ സ്പാർക്ക് ഗ്യാപ്പിൽ എന്താ പറയുക ക്ലിയർ ആവലും അതേപോലെ അതിൻ്റെ ഗ്യാപ്പ് കൃത്യമാവലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് ഇലക്ട്രോഡ്. ഗ്രൗണ്ട് ഇലക്ട്രോഡിൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ഗ്രൗണ്ട് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് സെക്കൻഡറി ഇലക്ട്രോഡാണ്. അത് ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡ് ഉള്ളത്. ഇവിടുന്ന് ഗ്രൗണ്ട് ഇലക്ട്രോഡിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യുന്നു, അത് അതിൻ്റെ എൻജിൻ്റെ മെറ്റലുമായിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ത്രെഡ് വഴി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എൻജിനിലേക്ക്. അപ്പോൾ അതൊന്ന്. പിന്നെ ടെർമിനൽ നമ്മൾ പറഞ്ഞു, ടെർമിനൽ പറഞ്ഞിട്ടില്ല. ടെർമിനലിൽ നിന്നാണ് നമ്മുടെ കറണ്ട് എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അതായത് സ്പാർക്ക് പ്ലഗിനെ പുറത്തുള്ള വയറിനായിട്ട് കണക്ട് ചെയ്യുന്ന ആൾ നമ്മൾ ടെർമിനലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്പാർക്ക് പ്ലഗിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത്. ഈ ഫിഗർ വരക്കുക, ഇതിൻ്റെ പാർട്സും കമ്പോണൻസും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 7 മാർക്ക് സുഖമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ശരി. അടുത്ത 8ാമത്തെ ചോദ്യം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാമത്തെ ചോദ്യം, ഇല്ലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ. ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറയുന്നതിൻ്റെ കമ്പോണൻസ് നമുക്കറിയാലോ. ബാറ്ററി ഉണ്ട്, ECU ഉണ്ട്, ഇഗ്നീഷൻ കോയിലുണ്ട്, അതേപോലെ സെൻസറുകളുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ക്യാപ്പ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ്, പിന്നെ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ ടൈപ്പ് ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിലൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, പിന്നെ ഇലക്ട്രോണിക് ഇഗ്നീഷൻ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ ECM എന്ന് പറയുന്ന പാർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഡയഗ്രം നമുക്കൊന്ന് പറയാം. ഇതിൽ ഫസ്റ്റ് ഇനീഷ്യലി കാണുന്ന ഇതിൽ ഏറ്റവും വലുതായി കാണിച്ചുള്ള ചിത്രം, ആക്ച്വലി ഇത് ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിനില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഒരു സെൻസറാണ്, മാഗ്നറ്റിക് പിക്കപ്പ്. അതായത് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഓക്കെ, നമുക്ക് ഹോൾ എഫക്റ്റ് സ്വിച്ച് എന്ന് പറയുന്ന സെയിം സാധനം തന്നെ. അപ്പോൾ ഇത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ECMലേക്കാണ്. അപ്പോൾ ECM ആണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. ബാറ്ററി കണക്ഷൻ ECMലേക്കുണ്ട്, പിന്നെ ഇഗ്നീഷൻ സ്വിച്ചിൽ നിന്ന് വന്നിട്ടുള്ള കണക്ഷൻ നേരെ അതിലേക്കുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഇഗ്നീഷൻ കോയിലിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ അല്ലെങ്കിൽ ECM എന്ന് പറയുന്നത്. അപ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ നേരെ എന്ത് ചെയ്യുന്നു, ECMൽ വരുന്നു. ECMന്ന് ഈ ടൈമിങ്ങിന് സെൻസറിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് ഇഗ്നീഷൻ കോയിലിലൂടെ പോയി ഇഗ്നീഷൻ കോയിലിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിലേക്ക് എത്തുകയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് എന്നാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതിലാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ടറിലാണ് നമ്മൾ ഓരോ സ്പാർക്ക് പ്ലഗിലേക്ക്, ഏത് സ്പാർക്ക് പ്ലഗിലേക്കാണോ, 1ാമത്തേക്ക് വേണോ, 2ാമത്തേക്ക് വേണോ, 3ാമത്തേക്ക് വേണോ, അല്ലെങ്കിൽ 4ാമത്തേക്ക് വേണോ, അല്ലെങ്കിൽ എത്ര ഉണ്ടോ, എത്ര സിലിണ്ടറുകളുണ്ടോ അതിലേക്കെല്ലാം കൃത്യമായി കൊടുക്കുന്ന ആൾ ഡിസ്ട്രിബ്യൂട്ടറാണ്.
അപ്പോൾ ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും സ്പാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു കറണ്ടിനെ കൊടുക്കുക എന്ന് പറയുന്ന ആൾ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പണി. ഓക്കെ, അപ്പോൾ നമ്മളോട് 7 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫിഗർ നമ്മൾ വരയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ ഇതിൻ്റെ വർക്കിങ്, അത് അതേപോലെ പോയിൻ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എങ്ങനെയാണോ നിങ്ങളുടെ ഒരു സൗകര്യം അതനുസരിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സുകൾ വേണം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം ഒന്ന് സൂചിപ്പിക്കാം. ഇതിൽ ഫസ്റ്റ് ബാറ്ററിയാണ് എന്ത് ചെയ്യുന്നത്, പവർ കൊടുക്കുന്നത്. ഇഗ്നീഷൻ കോയിലിലേക്ക് വേണ്ട പവർ കൊടുക്കുന്നത് ബാറ്ററിയാണ്. ഇഗ്നീഷൻ കോയിൽ എന്ത് ചെയ്യുന്നു, ആ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് എവിടേക്ക് കൊടുക്കണം, അതായത് ഹൈ വോൾട്ടേജ് ലെവലിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. ഈ ഹൈ വോൾട്ടേജ് ലെവലാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്, ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിലേക്ക് പോകുന്നത്. ഓക്കെ, ഈ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിനനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് കറങ്ങുക എന്നുള്ളതാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കിംഗ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സ്പാർക്ക് പ്ലഗിലും അതിൻ്റെ ഓരോ പൊസിഷൻ വെച്ചിട്ടുണ്ടാകും. ഓരോ സ്പാർക്ക് പ്ലഗിലേക്ക് ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള കറണ്ട് നമ്മൾ അവിടേക്ക് എത്തും, സ്പാർക്ക് പ്ലഗിലേക്ക് എത്തും. അങ്ങനെ സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് ഉണ്ടാവും. ഓക്കെ, സ്പാർക്ക് പിന്നെ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ കമ്പോണൻസിനെ കുറിച്ച് നമുക്കൊന്ന് എഴുതാം. ബാറ്ററി എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം അല്ലേ. ഇതാണ് ഇതിൻ്റെ പവർ ഹൗസ് ഉള്ളത്. ഇതിന് എല്ലാത്തിനും വേണ്ട പവർ കൊടുക്കുന്ന ആൾ ബാറ്ററി ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 പോയിൻ്റ് അതിനെക്കുറിച്ച് എഴുതാം. ഇഗ്നീഷൻ കോയിൽ നമുക്കറിയാം, പ്രൈമറി വൈൻഡിംഗ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിംഗ് ഉണ്ട്. അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ നിന്ന് ബാറ്ററിക്ക് വരുന്ന വോൾട്ടേജിനെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നത് ആളാണ് ഈ ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത്. ആർമേച്ചർ ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ECMലേക്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കറക്കത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉള്ളത്. ആർമേച്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇഗ്നീഷൻ സ്വിച്ച് ഉണ്ട്. ഇത് ഇഗ്നീഷൻ സ്വിച്ചാണ് നമ്മളൊരു മെയിൻ സ്വിച്ച് പോലെ ആക്ട് ചെയ്യണത്. ഓക്കെ, ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റ്ലി സ്റ്റാർട്ടിങ് മുതൽ അവിടെ വരെ ഈ സാധനം ആണെങ്കിൽ മാത്രമാണ് ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പാണ് സ്പാർക്ക് പ്ലഗിലേക്ക്, ഓരോ സ്പാർക്ക് പ്ലഗിലേക്ക് കൃത്യമായിട്ടുള്ള ഇതിൽ എന്താണ് ഓർഡർ അനുസരിച്ച് സ്പാർക്ക് ആവശ്യമുള്ള ഹൈ വോൾട്ടേജ് കൊടുക്കുന്ന ആൾ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പാണ്. സ്പാർക്ക് പ്ലഗ് വയറുകളുണ്ട്. സ്പാർക്ക് പ്ലഗ് വയറുകൾ പറയുമ്പോൾ ഹൈ ടെൻഷൻ വയറുകളാണ് കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. സ്പാർക്ക് പ്ലഗ്ഗാണ് നമ്മുടെ സ്പാർക്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ECM പറയുമ്പോൾ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയും. മൂപ്പരാണ് ഈ ഒരു വാഹനത്തിന് മൊത്തം ബ്രെയിൻ എന്ന് പറയുന്നത്. ഓരോ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കൃത്യമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടാവും. ഇന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഇന്ന ഒരു സിഗ്നൽ വരുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിൽ പ്രോഗ്രാം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് ചെയ്യുന്ന ആളാണ് ECM എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം വരയ്ക്കുക, അതിൻ്റെ വർക്കിങ്ങും കമ്പോണൻസും അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട്, 9ാമത്തെ ചോദ്യമാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റം. ഓക്കെ, അതേപോലെ വേസ്റ്റ് സ്പാർക്ക് സിസ്റ്റം. 3.5 മാർക്കാണ് ഒരു ചോദ്യത്തിനുള്ളത്. അപ്പോൾ ഒരു ഫിഗറും ചെറിയൊരു ഇൻട്രൊഡക്ഷനും ചെറിയൊരു ഡിസ്ക്രിപ്ഷനും മതി നമുക്ക് ഉള്ളത്. കാരണം 3.5 മാർക്ക് വരുമ്പോൾ അത്രമാത്രം നമുക്ക് എഴുതിയാൽ മതി. ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റം, അല്ലെങ്കിൽ CDI എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റം അല്ലെങ്കിൽ CDI എന്ന് പറയുന്ന ഇഗ്നീഷൻ സിസ്റ്റത്തിൽ നമ്മളൊരു എക്സ്ട്രാ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. കപ്പാസിറ്റർ പറഞ്ഞാൽ എന്താണ്, കറണ്ടിനെ സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. ക്വിക്കായിട്ട് സ്റ്റോർ ചെയ്യും, അതേപോലെ ക്വിക്കായിട്ട് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ബാറ്ററി പോലെയല്ല, ബാറ്ററി സ്ലോ ചാർജിങ്ങും സ്ലോ ഡിസ്ചാർജിങ്ങുമാണ്. പക്ഷേ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ക്വിക്ക് ചാർജിങ്ങും ക്വിക്ക് ഡിസ്ചാർജുമാണ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ നമ്മൾ ഒരു ഇഗ്നീഷൻ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണ്. ആ ഒരു ടൈപ്പ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഫിഗറിലുണ്ട്. അതൊന്നും നമ്മൾക്കൊരു നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. എന്നിരുന്നാലും നമ്മളെന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഈ പച്ച കളറിൽ കാണുന്ന ആളാണ് ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഗ്നീഷൻ കോയിലിൻ്റെ പരിപാടി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്, ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്നത്. ഇഗ്നീഷൻ കോയിലിൽ നിന്ന് നേരിട്ട് പോകുന്നത് സ്പാർക്ക് പ്ലഗിലേക്കാണ്. ഇഗ്നീഷൻ കോയിലിൽ നിന്ന് നേരെ സ്പാർക്ക് പ്ലഗിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഇഗ്നീഷൻ കോയിലിലേക്ക് വരുന്നതിന് മുന്നേ നമ്മളിവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വോൾട്ടേജിനെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, വോൾട്ടേജിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ആവശ്യമുള്ള സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നു, അതങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട്. SCR ഉപയോഗിക്കുന്നുണ്ട്, ഡയോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ പൾസ് റോട്ടർ, നമ്മുടെ ഇവിടെ ഒരു സെൻസറും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ സെൻസർ എന്നുള്ള നിർദ്ദേശങ്ങളനുസരിച്ച് ഇതിലെന്ത് ചെയ്യുന്നു, ഒരു ECM ഉണ്ട്. അപ്പോൾ ECM ആണ് ഈ പ്രോഗ്രാം, അതിന് കൊടുത്തുള്ള പ്രോഗ്രാം അനുസരിച്ച് കൃത്യമായിട്ട് ഇതിനെ ഈ മൊത്തം സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കമ്പോണൻസ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, സംഭവത്തിലേ ഉള്ളൂ. കപ്പാസിറ്റർ ഉണ്ട്. ഇതിൽ കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്തിട്ട് അത് ആവശ്യമുള്ള സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് ചില സമയങ്ങളിൽ ചാർജ് ചെയ്യുന്നു, പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് ഇതിലുണ്ടായതുകൊണ്ടാണ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കുള്ള സാധനങ്ങൾ പറയാം. ബാറ്ററി, നമുക്കറിയാം ഇലക്ട്രിക്കൽ പവർ സോഴ്സാണ് ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ മൊത്തത്തിലുള്ള സാധനം. ഇഗ്നിഷൻ കോയിൽ, ഓക്കെ, ഇഗ്നിഷൻ കോയിലാണ് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ അതിനെ സ്റ്റെപ്പപ്പായിട്ട് വോൾട്ടേജിനെ സ്റ്റെപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഗ്നിഷൻ കോയിൽ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്മുടെ വോൾട്ടേജാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പാർക്ക് പ്ലഗിലേക്ക് ഇഗ്നിഷൻ കോയിൽ വഴി കൊടുക്കുന്നത്. ഓക്കെ, അതായത് അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു, അത് പിന്നെ ഇഗ്നിഷൻ കോയിലിലേക്ക് ഫുള്ളായിട്ട് കൊടുക്കുന്നു. പിന്നെ ട്രിഗറിങ് ഡിവൈസാണ് ഏത് സമയത്താണ് ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ആളാണ് ട്രിഗറിങ് ഡിവൈസ്, സെൻസർ പോലെ തന്നെ. അപ്പോൾ ഈ ട്രിഗറിങ് ഡിവൈസ് നേരെ സിഗ്നൽ കൊടുക്കുന്ന ആർക്കാണ്, ECUവിനാണ്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന അവർക്കാണ് ഈ ഇത് കൊടുക്കുന്നത്, നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പോൾ ECU നോക്കുന്നത് എല്ലാ സിസ്റ്റങ്ങളും, ഇതെല്ലാ കാര്യങ്ങളും ECU മോണിറ്റർ ചെയ്യുന്നുണ്ട്. പെർഫോമൻസ്, സ്പീഡ്, ലോഡ് കണ്ടീഷൻ, ഇതെല്ലാം ECU മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മൊത്തം സിസ്റ്റത്തിനെ ECU ആണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നേരെയുള്ള സ്പാർക്ക് പ്ലഗ് ആണ്. അവസാനമുള്ള സ്പാർക്ക് പ്ലഗ് ആണ് എയർ ഫിൽ മിക്സ്ചറിലുള്ള കമ്പഷൻ ചേമ്പറിലേക്ക് എന്ത് ചെയ്യുന്നത്, സ്പാർക്കിനെ കൊടുത്ത് അതിനെ ഇഗ്നൈറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കമ്പോണൻസ്, ഇതിൻ്റെ വർക്കിംഗ് ഇത്രയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട, കാരണം വെറും 3.5 മാർക്കിനാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനാണ് വേസ്റ്റ് സ്പാർക്ക് സിസ്റ്റം. ഈ വേസ്റ്റ് സ്പാർക്ക് സിസ്റ്റത്തിൽ നമ്മുടെ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് അധികമൊന്നും എനർജി വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്കുള്ള കമ്പോണൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ECM എന്ന് പറയുന്ന എൻജിൻ കൺട്രോൾ മൊഡ്യൂളുണ്ട്, ഇഗ്നീഷൻ മൊഡ്യൂളുണ്ട്, ദെൻ മാഗ്നറ്റിക് ട്രിഗറിങ് ഡിവൈസ് അല്ലെങ്കിൽ സെൻസർ ഉണ്ട്, ദെൻ ഇഗ്നീഷൻ കോയിലുകളുണ്ട്, പിന്നെ സ്പാർക്ക് പ്ലഗ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒരു 3 സിലിണ്ടറിൻ്റെ സ്പാർക്ക് പ്ലഗാണ്. 3 സിലിണ്ടറുള്ള എൻജിൻ്റെ ഒരു സിസ്റ്റമാണ് ഇതിൽ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു സിലിണ്ടറിൽ 2 സ്പാർക്ക് പ്ലഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, 2 സ്പാർക്ക് പ്ലഗ്, പക്ഷേ ഒറ്റ ഇഗ്നിഷൻ കോയിലേ ഉള്ളൂ. ഒരു ഇഗ്നിഷൻ കോയിലും 2 സ്പാർക്ക് പ്ലഗും, വേറെ ഒരു ഇഗ്നിഷൻ കോയിലും വേറെ സ്പാർക്ക് പ്ലഗും. ഇതാ ഒരു ഇഗ്നിഷൻ കോയിൽ, അതിൻ്റെ സ്പാർക്ക് പ്ലഗ്, അടുത്തത് മൂന്നാമത്തെ ഇഗ്നിഷൻ കോയിൽ, അതിൻ്റെ 2 സ്പാർക്ക് പ്ലഗ്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ 2 സ്പാർക്ക് പ്ലഗ് ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് ഞാനിതൊന്ന് മായ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ വേസ്റ്റ് സ്പാർക്ക് ഇഗ്നീഷൻ WSI എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഇഗ്നീഷൻ സിസ്റ്റമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഇഗ്നീഷൻ കോയിലും 2 സ്പാർക്ക് പ്ലഗും. ഇത് അറ്റ് എ ടൈമിൽ ഒരു സിലിണ്ടറിൽ കൃത്യമായിട്ട് ഇതിലുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സ്പാർക്ക് പ്ലഗ് രണ്ട് സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഫയർ ചെയ്യുന്നത്. ഓക്കെ, 2 സമയത്ത്. ഒന്ന് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാനം, കംപ്രഷൻ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്യൂവൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കത്തി തുടങ്ങും. പക്ഷേ എന്നാലും ലാസ്റ്റ് ആകുമ്പോഴത്തേന് കത്താത്ത കുറച്ച് ഫ്യൂലുകൾ കാര്യങ്ങളുണ്ടാവും. അതും വേണ്ടി മുഴുവനായിട്ട് കത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, മറ്റേ സ്പാർക്ക് പ്ലഗ്, രണ്ടാമത്തെ സ്പാർക്ക് പ്ലഗ് ഫയർ ചെയ്യുന്നത് എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ ഏകദേശം തുടക്കത്തിലാണ്. എക്സോസ്റ്റ് സ്ട്രോക്കിൻ്റെ തുടക്കത്തിൽ മറ്റേത് വേണ്ടി സ്പാർക്ക് ചെയ്യുന്നു. അപ്പോൾ 2 സ്പാർക്ക് പ്ലഗും നമ്മൾ കൃത്യമായിട്ട് സ്പാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൽ വേസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുന്നില്ല. ഓക്കെ, എനർജി വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഈ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിരുന്ന കമ്പോണൻസ് 3.5 മാർക്ക് ആയതുകൊണ്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. എന്തൊക്കെയാണ്, ബാറ്ററി ഉണ്ട്, ഇഗ്നീഷൻ കോയിൽ ഉണ്ട്, സ്പാർക്ക് പ്ലഗ് ഉണ്ട്, ECU ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 10ാമത്തെ ചോദ്യമാണ്
റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്, അതേപോലെ ബ്ലിങ്കർ ലൈറ്റ്സ്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ് നമുക്കറിയാം, ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു എല്ലാ വാഹനങ്ങളിലും ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വേണം എന്നുള്ളൊരു നിയമം സർക്കാർ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ എന്താണ് ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്? അതായത് വണ്ടിയുടെ ഹെഡ് ലൈറ്റിൽ അല്ലെങ്കിൽ വണ്ടിയുടെ മുന്നിൽ ലൈറ്റിൽ ഒരു ലൈറ്റ് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കും. വണ്ടി സ്റ്റാർട്ടായ സമയം മുതൽ അല്ലെങ്കിൽ ഈ ഇഗ്നിഷൻ ഓണായ സമയം മുതൽ ഫുൾ ടൈം ഒരു ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യകത എന്താണ്? ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, ഏത് കണ്ടീഷനിലാണെങ്കിലും, പകലാണെങ്കിൽ തന്നെ കുറച്ച് വെളിച്ചം കുറവുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക കണ്ടീഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് കണ്ടീഷനാണെങ്കിലും വണ്ടിയുടെ വിസിബിലിറ്റിക്ക് അത് ബാധിക്കരുത് എന്നതുകൊണ്ടാണ് ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഹെഡ് ലൈറ്റിൻ്റെ അത്രമാത്രം ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല, ഒരു ചെറിയൊരു ലൈറ്റേ ഉണ്ടാവുള്ളൂ മിക്ക വാഹനങ്ങളിലും. പക്ഷെ എന്നിരുന്നാലും ഇത് കാരണം ഒരുപാട് ആക്സിഡൻറ്റുകൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് പഠനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വണ്ടിയുടെ വിസിബിലിറ്റി കുറച്ചുകൂടി കൂട്ടുകയാണ്. വണ്ടി ദൂരത്തു നിന്ന് വരുമ്പോൾ, വാഹനം ദൂരത്തു നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് വാഹനം കാണുന്നതിനേക്കാളും എന്താ പറയുക വിസിബിളായിട്ട് നമുക്ക് ഈ ലൈറ്റ് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാനും വാഹനത്തിൻ്റെ വേഗതയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഈ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അധികം വലിയ കറണ്ട് ചാർജ് കൊടുക്കില്ല, ചെറിയ ഒരു കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എന്താണ് ലൈറ്റാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്, അല്ലെങ്കിൽ DRL എന്ന് പറയും. DRL എന്ന് പറയുന്നത് ഇത്. ഓക്കെ, അപ്പോൾ ഇത് നിയമപ്രകാരം നിർബന്ധമാണെങ്കിലും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. ഈ മുകളിൽ പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുള്ളത്. അടുത്താണ് ബ്ലിങ്കർ ലൈറ്റ്സ്. ചോദ്യം എന്താണ്? റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ബ്ലിങ്കർ ലൈറ്റ്സ്. ബ്ലിങ്കർ ലൈറ്റിന് നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട്. എന്താണ്? ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറയും. ഇൻഡിക്കേറ്റർ, നമ്മളെ വാഹനങ്ങളിലുള്ള ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ് എന്ന് നമ്മുടെ എന്താ പറയുക പിന്നിലോ അല്ലെങ്കിൽ മുമ്പിലോ ഉള്ള ഡ്രൈവർക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ് ഈ പറഞ്ഞ ബ്ലിങ്കർ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലിങ്കർ ലൈറ്റ് പറഞ്ഞാൽ അതൊരു ലൈറ്റ് ഇങ്ങനെ ചെറിയ ഫ്ലാഷ് ആയിക്കൊണ്ടിരിക്കും. അത് ഫ്രണ്ടിലും ഉണ്ടാവും ബാക്കിലും ഉണ്ടാവും. ഓക്കെ, ഫ്രണ്ടിലുണ്ടാവും ബാക്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈൻസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വേറെ റോഡ് ഡൈവേർഷൻ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ബാക്കിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മുന്നിൽ വരുന്ന ഡ്രൈവേഴ്സിനോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ബ്ലിങ്കർ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യമാണ്. സമ്മറൈസ് ദ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് സീൽഡ് ബീം ഹെഡ്ലൈറ്റ്. സീൽഡ് ബീം ഹെഡ്ലൈറ്റ്. സീൽഡ് ബീം ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ നിർമ്മാണം, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്. സമ്മറൈസ് ദ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് സീൽഡ് ബീം ഹെഡ്ലൈറ്റ്. ഈ ചോദ്യം തന്നെ വേറെ രീതിയിലൊക്കെ ചോദിക്കട്ടോ. റൈറ്റ് എ നോട്ട് ഓൺ സീൽഡ് ബീം ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് സീൽഡ് ബീം ഹെഡ്ലൈറ്റ് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് എനി ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് മാറി ചോദിക്കാം. നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ എന്താ പറയുക മനസ്സിലാക്കാത്ത ഒരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു ഫിഗർ കണ്ടില്ലേ, ഈ ഫിഗർ ഇതേപോലെ കണ്ട് കാച്ചുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ പാർട്സുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാം. ഫസ്റ്റ്, ഈ സീൽഡ് ബീം ഹെഡ്ലൈറ്റ് പറയുമ്പോൾ പിന്നെ ബൾബ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് ഉണ്ട്. അപ്പോൾ സീൽഡ് ബീം ഹെഡ്ലൈറ്റിൻ്റെ എന്താ ഈ സീൽഡ് ബീം ഹെഡ്ലൈറ്റ് എന്നുള്ള പേര് വരാൻ കാരണം എന്നറിയില്ല, അറിയാവുന്ന കാര്യമല്ലേ? സീൽഡ് ബീം ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഗ്യാസ് നമ്മൾ പുറത്തേക്ക് ലീക്കാവാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി അത് ആർഗണോ അല്ലെങ്കിൽ നൈട്രജനോ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഗ്യാസിനുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഫോഗ് ആവാതിരിക്കാനും അതേപോലെ അതിൻ്റെ എഫിഷ്യൻസി കൂടാനൊക്കെ ഈ ഗ്യാസ് സഹായിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ സീൽഡ് ബീം ഹെഡ്ലൈറ്റ്, അപ്പോൾ ഈ ഗ്യാസ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പക്ക സീല് ചെയ്തിട്ടാണ് ഈ ഹെഡ്ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫിറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ബാക്കിലുള്ള റിഫ്ലക്ടറും അല്ലെങ്കിൽ അതിൻ്റെ ബോഡിയും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്ലാസിൻ്റെ ലെൻസൊക്കെ അത്രയും സീൽഡായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് ബൾബ് തന്നെയാണ്. ബൾബാണ് അതിൽ എന്താ പറയുക നമുക്ക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് അതിലുണ്ടാവുന്നത്
ഇപ്പോൾ പുതിയ വാഹനങ്ങളിലല്ല, കുറച്ച് പഴയ വാഹനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ടങ്സ്റ്റൻ്റെ ഫിലമെൻ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ബൾബിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഫിലമെൻറ്റ് ഹീറ്റ് ആവുന്ന സമയത്ത് എന്ത് കറണ്ട് പോകുമ്പോൾ ഹീറ്റ് ആവും, അങ്ങനെ അതെന്ത് ചെയ്യും, ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പഴയ കാലത്തുള്ള ഉപയോഗിച്ച ബൾബുകൾ. ഇപ്പോൾ LED കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബൾബുകളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. എന്നിരുന്നാലും ഇതിൽ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് സാധാ ടങ്സ്റ്റൺ ഫിലമെൻറ്റിൻ്റെ ബൾബാണ്. പിന്നുള്ളത് റിഫ്ലക്ടർ. റിഫ്ലക്ടറിൻ്റെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ് ഇപ്പോൾ ഇതാ അവിടെ ഈ ഫിഗറിൽ നോക്കി, ഈ ലൈറ്റ് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നേരിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ലൈറ്റ് നേരെ വരുന്നത് ബാക്കിലേക്ക് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. ഓക്കെ, ബാക്കിലേക്ക് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് മുന്നിലേക്ക് പോകുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിഫ്ലക്ടർ വഴി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു പാരബോളിക് ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, പാരബോളിക് ഷേപ്പിലാണ് റിഫ്ലക്ടർ ഉള്ളത്. കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ട് ലൈറ്റ് പുറത്തേക്ക് കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് ലെൻസാണ്. ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സീൽഡ് ബീം ഹെഡ്ലൈറ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗമാണ്. അത് ഗ്ലാസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഗ്ലാസ് ഇതിൽ നിന്നാണ് ഈ ലെൻസിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ ലൈറ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പുറമേ ഉള്ള പൊടിയും അല്ലെങ്കിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് എത്താതെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ലൈറ്റ് വിസിബിൾ ആവുന്ന ലൈറ്റ് പുറത്തേക്ക് എത്താനും ഈ ലെൻസ് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ലെൻസ്. ഈ പുറത്തുള്ള ഇതാണ് ലെൻസ്. ഓക്കെ, അടുത്തത് ഗ്യാസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ആർഗണോ അല്ലെങ്കിൽ നൈട്രജനോ, ഈ രണ്ട് ഗ്യാസിൽ ഏതെങ്കിലുമൊക്കെ തന്നെ നമ്മൾ അതിൽ വെക്കുന്നത്. അത് ഇതിൻ്റെ ഉള്ളിൽ ഫോഗിങ് നടക്കാതിരിക്കാനും അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്. പിന്നെ സീല്. ഈ ഗ്യാസ് വെച്ചാൽ മാത്രം പോരല്ലോ, അത് പുറത്തേക്ക് പോരുതല്ലോ. ഇത് പുറത്തേക്ക് പോകാതെ കൃത്യമായിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് സീലെന്ന് പറഞ്ഞത്. പിന്നെ ടെർമിനൽസ് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ബൾബിലേക്കുള്ള കണക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കുള്ള രണ്ട് ടെർമിനൽ വന്നിട്ടുണ്ടാവും. ഇതിനാണ്, അതായത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെർമിനൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്താണ്? ഇത് വലിയ ഇതൊന്നുമില്ല, ചിലവൊന്നുമില്ല, കോസ്റ്റ്ലി സാധനമല്ല, എക്സ്പെൻസ് കുറവാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ എളുപ്പമാണ്, നല്ല ലൈഫ് ഉണ്ടാവും, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഡ്യൂറബിൾ ആണ്. ഓക്കെ, പിന്നെ ഈ മറ്റ് ഹെഡ്ലൈറ്റിൻ്റെ അത്ര ഇതിന് എന്ത് ചെയ്യില്ല, അത്രക്ക് എഫിഷ്യൻ്റ് അല്ല. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വലിയ പ്രയാസമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ സീൽഡ് ബീം ഹെഡ്ലൈറ്റ്. കാരണം അതിൻ്റെ കറക്റ്റ് എല്ലാ ഭാഗങ്ങളും സീൽ ചെയ്ത് വെച്ചുകൊണ്ട് സീൽഡ് ബീം ഹെഡ്ലൈറ്റുകൾ അങ്ങനെ എന്തെയില്ല, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ ഇത് കുറേ കാലം മുന്നേ ഉപയോഗിച്ച സാധനമാണ്. ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മുടെ സിലബസിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് പഠിക്കും വേണം, എഴുതാനും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, പ്രിപ്പയർ ഹെഡ്ലൈറ്റ് എയിമിംഗ് പ്രൊസീജിയർ. ഹെഡ്ലൈറ്റ് എയിമിംഗ് ചെയ്യേണ്ട സംഭവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ പഴയകാല വാഹനങ്ങളിലെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലോ ബീം ആയിക്കോട്ടെ ഹൈ ബീം ആയിക്കോട്ടെ, അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എയിമിംഗ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ആവില്ല. രാത്രി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിലേക്ക് അടിച്ചാലും ചിലപ്പോൾ ആകാശത്തേക്കായിരിക്കും ലൈറ്റ് പോവുക. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ്ലൈറ്റ് എയിം ചെയ്യണം എന്ന് പറയുന്നത്. എയിം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരേ പൊസിഷനിലേക്ക് എത്താം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെയ്യേണ്ട പ്രൊസീജിയറാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമുക്കൊരു നല്ല വൃത്തിയുള്ള ഒരു ചുമരിൽ നിന്ന് ഒരു 25 അടി അകലെയായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു നല്ല വൃത്തിയുള്ള ഒരു ചുമരിൽ നിന്ന് 25 അടി ബാക്കിലേക്കായിട്ട് നമ്മൾ വണ്ടി എന്താ വെച്ചാൽ പാർക്ക് ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോ ബീമിലിടുക. എന്നിട്ടൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചുമരിൽ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ നിലത്തുനിന്ന് ഹെഡ്ലൈറ്റ് വരെയുള്ള ദൂരം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ടല്ലോ, ആ ഹൈറ്റിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു വൈറ്റ് പേപ്പർ നമ്മൾ ഒട്ടിക്കേണ്ടത്, നമ്മുടെ ചുമരിൽ ഒട്ടിക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ വൈറ്റ് പേപ്പറിൻ്റെ ആ സെൻറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുന്നു. ഒരു മാർക്ക് നമ്മൾ ആ പേപ്പറിൽ നടുവിൽ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് വാഹനത്തേക്ക് വരാം. വണ്ടിയിൽ വന്നിട്ട് ആ ലൈറ്റിൻ്റെ ബാക്കിൽ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ടാവും, അപ്പോൾ ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അത് ഏത് പൊസിഷനിലേക്കാണ് വേണ്ടത് എന്ന് നോക്കിയിട്ട്, അതായത് ആ ചുമരിൽ പേപ്പറിനേക്കാളും മുകളിലാണ് ലൈറ്റിന് കിടക്കുന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ലൈറ്റ് നമ്മൾ ഇങ്ങനെ താത്തി ആ നമ്മൾ നേരത്തെ വരച്ച ആ പെൻസിലിൻ്റെ വര ഉണ്ടല്ലോ, ആ വരയിൽ കൃത്യമായിട്ട് സെൻറ്റർ പോയിൻ്റ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു,
നമ്മൾ നിർത്തുന്നു. അപ്പോൾ ഇനി സപ്പോസ് ഇത് താഴെയാണെങ്കിലോ, അതായത് നമ്മൾ വരച്ച വരയിലും താഴെയാണെങ്കിൽ, ആ പേപ്പറിലുള്ള വരയിലും താഴെയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇറക്കിയിട്ട് ഈ ഹെഡ്ലൈറ്റിനെ ഇങ്ങനെ പൊക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ആ കറക്റ്റ് ആ ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. അപ്പോൾ ഇത് ഒന്ന് കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ചല്ല ചെയ്യുക. ആദ്യം ഒരു ഹെഡ്ലൈറ്റ് ചെയ്യുന്നു, വലത് ഭാഗത്താണെങ്കിൽ വലുത്, അല്ലെങ്കിൽ ഇടതാണെങ്കിൽ ഇടത്, ആദ്യം ഒന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഇതേ പ്രൊസീജിയർ അടുത്തതിനും നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. എല്ലാ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷം മാത്രം ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം, അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറഞ്ഞ AEE AS3കാരുടെ AEE എന്ന് പറയുന്ന വിഷയത്തിൻ്റെ മോഡൽ എക്സാമിൽ വന്ന ചോദ്യങ്ങളിൽ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, ബൈ.